ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഈ ദിവസങ്ങളിൽ സംരക്ഷിക്കട്ടെ, കാക്കട്ടെ. കർത്താവിന്റെ വചനം അവൻ വെളിപ്പെടുത്തി തരട്ടെ. നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ശബ്ദത്തിനായി. പ്രധാനമായിട്ടും എന്താണ് നാം ഈ ഒരു കൊറോണ ഇങ്ങനെയുള്ള മഹാമാരികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, ഒരു ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ദൈവം നമ്മെ കടത്തിവിടുന്ന ഈ ഒരു പ്രത്യേക അനുഭവം ശരിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് തന്നെ എനിക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരു അനുഭവം എന്തിനാണ് ദൈവം നമുക്ക് തരുന്നത്? നമ്മൾ എങ്ങനെയാണ് ആ കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക്, ഹിതത്തിലേക്ക് മാറേണ്ടത്? ശരിക്കും ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുവാൻ, അവനാലുള്ള ശുദ്ധീകരണവും വിശുദ്ധീകരണവും പ്രാപിക്കും. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പത്യോപദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മനുഷ്യർ തൂത്താൽ പോകാത്ത, കളയാൻ പറ്റാത്ത ഒരു അസുഖം നമ്മളെ നിസ്സഹായരാക്കി ഒരു വർഷം മുഴുവൻ? ഇനിയിപ്പോ വാക്സിനേഷൻ എല്ലാം വന്നാൽ ഈ 2020 എന്ന് പറയുന്ന ഒരു ഹോൾ ഇയർ ദൈവം ഇങ്ങനെ അനുവദിക്കാതെ ഒരിക്കലും സംഭവിക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം, നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുവദിക്കുന്നത്? നമുക്ക് അനേകം വേദപുസ്തക പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. അനേകം ആളുകൾ സ്വന്തം റൂമുകളിൽ കർത്താവിനെ വിളിക്കുവാനും വചനം ധ്യാനിക്കുവാനും എല്ലാമുള്ള വലിയ അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അങ്ങനെ ഒരു ഗുണം ഇതിന് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഈ കൊറോണ വരുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം, കുറച്ച് നാളുകളിലേക്കുള്ള ഒരു കാലഘട്ടം നമ്മൾ നോക്കിയാൽ വലിയൊരു വിശ്വാസത്യാഗത്തിന്റെ, വിശ്വാസ നഷ്ടത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഫെയ്ത്ത് വാസ് നോവെയർ ടു ബി സീൻ. പ്രത്യാശ തീർത്തും മങ്ങിയ, നിത്യതയെക്കുറിച്ച് ഒരു കാഴ്ചയുമില്ല. അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് പോലും അറിയത്തില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടതെന്നുള്ള സുവിശേഷം തന്നെ മിസ്സായി പോയ ഒരവസ്ഥയിലായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞാനിത് ചുമ്മാ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുന്നതല്ല, ശരിക്കും വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. കാരണം സത്യോപദേശം എന്താണ് ദ ഡോക്ട്രിൻസ് ദാറ്റ് വി നീഡ് ടു സ്റ്റിക്ക് ടു എന്നുള്ളത് ഏതാണ്ട് അപ്രത്യക്ഷമായി പോയി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, വീണ്ടും ജനിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന ഉപദേഷ്ടാക്കന്മാരുടെ കുറവ്, സുവിശേഷകരുടെ കുറവ്. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? ഇതൊരു വലിയ ഡൈലമയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് മാനസാന്തരപ്പെടണമെന്നറിയാം, പക്ഷെ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാന്ന് നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഞാൻ ചില കുട്ടികളോട് ഈ വീണ്ടും ജനിച്ചതാണോ എന്നുള്ളൊരു ചോദ്യം സൺഡേ സ്കൂൾ കുട്ടികളോട് ഞാൻ ചോദിച്ചു. ഒരു പ്രാവശ്യം സൺഡേ സ്കൂൾ കുട്ടികളോടല്ല, ഒരു പ്രാവശ്യം ഇത്തിരി ലേറ്റ് ടീൻസിലുള്ള പിള്ളേരോട്, അതായത് +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? എങ്ങനെ അറിയാം? അപ്പൊ വീണ്ടും ജനിച്ചു എന്ന് എങ്ങനെ ചോദിച്ചാൽ, വീണ്ടും ജനിച്ചു എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോഴേ വേവലാതി ഉണ്ടാകുന്നത്, ജനിച്ചതാണോ എന്നൊരു സംശയം. ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കാമെന്ന് വിചാരിച്ചോ, ഉള്ളിൽ എന്താ ഉത്തരം വരുന്നത് നിങ്ങൾ ചിന്തിച്ചോ. വീണ്ടും ജനിച്ചതാണ് എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല. കാരണം നിസ്സാര കാര്യമല്ല.
വീണ്ടും ജനിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ മിക്കവാറും എടുത്തും എനിക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത് ഭാഗികമായിട്ടാണ്. ഇപ്പം ഞാനോട് ചോദിക്കും, വീണ്ടും ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ എല്ലാവരും സൈലന്റ് ആവും. അപ്പൊ ഒരു ചർച്ചിൽ ചെന്നപ്പോൾ അവിടെ 3 പിള്ളേരുടെ മീറ്റിംഗ്, മെയിൻ വർഷിപ്പ് കഴിഞ്ഞിട്ട് പിള്ളേരുടെ മീറ്റിംഗ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, വീണ്ടും ജനിച്ചു ഉറപ്പുണ്ടോ? 3 പേര് കൈവയ്ക്കും, ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ ഉറപ്പ് കിട്ടിയത്? അപ്പൊ അവര് പറഞ്ഞു, ഒരാൾ പറഞ്ഞു സ്നാനപ്പെട്ടപ്പോഴാണ്, വേറൊരാൾ പറഞ്ഞു അന്യഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഉറപ്പായത് ഞാൻ വീണ്ടും ജനിച്ചത്. വേറൊരാൾ പറഞ്ഞു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ്. ഈ ഉത്തരങ്ങള് ഒരു ഉത്തരം മാത്രമേ ഭാഗികമായിട്ടെങ്കിലും ശരിയുള്ളൂ. ബാക്കിയുള്ള സ്കൂളിൽ, ആ സൺഡേ സ്കൂളിൽ ഒരു 50ഓളം പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല. അവർ പെന്തക്കോസ്തിൽ ജനിച്ചെന്ന് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ ഇടയിലുണ്ട്. മുതിർന്നവരുടെ സ്ഥിതി ബെറ്ററാന്നല്ല ഞാൻ പറയുന്നത്. മാനസാന്തരം എന്ന വിഷയം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ വീണ്ടും ജനനം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ ഇതേ ചോദ്യം വേറൊരു ചർച്ചിലെ പിള്ളേരോട് പറഞ്ഞപ്പോൾ, ലേറ്റ് ടീൻസ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ പറഞ്ഞപ്പോൾ 2-3 പിള്ളേര് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ICPFന്റെ ക്യാമ്പിൽ പോയപ്പോഴും അവിടെ ഒരു അങ്കിള് ഈ പാപം വളരെ വേദനിപ്പിക്കുന്നതാണ്, മരണത്തിലേക്ക് എത്തിക്കും. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായിട്ട് മരിച്ചു, നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അവൻ മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായ പാപബോധം ഉണ്ടായി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങള് ആ കർത്താവ് മരിച്ചു, ഞങ്ങളുടെ പാപങ്ങൾ മാറി ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെയാണ് രക്ഷിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ് മച്ച് ഇസ് ഫൈൻ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് വീണ്ടും ജനിച്ചോ? പുതിയ സൃഷ്ടിയായോ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറിയോ? നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് അധിവസിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വർഗത്തിലെ അവകാശങ്ങളെ കുറിച്ച് ഉറപ്പുള്ളവരായോ? നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ലെന്ന് മനസ്സിലായോ? അതൊന്നുമില്ല. അപ്പൊ ആ ഒരു കൊച്ചിനോട് ചോദിക്കുക, ഇതിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ അങ്കിളെ? ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി. ബിക്കോസ് they don't know. അപ്പൊ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? ഈ പാപബോധം ഉണ്ടായാൽ മതിയോ? കരഞ്ഞാൽ മതിയോ? പോരാ. ദാറ്റ്സ് ഓൺലി വൺ സൈഡ് ഓഫ് റീജനറേഷൻ. ഈ പാപബോധം ഉണ്ടായി കരയുക എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് ഓൾ ത്രൂ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കാം, വീണ്ടും വീണ്ടും പാപമോചനം പ്രാപിച്ചെന്ന് വിശ്വസിക്കാം. അതൊരു പ്രാവശ്യമായിട്ടല്ല നടക്കുന്നത്, ദാറ്റ് ഹാപ്പൻസ് കണ്ടിന്യൂസ്ലി. വീണ്ടും ജനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ അവിടെ പ്രസക്തമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം. ആർ യു ബോൺ അഗെയിൻ? ഇഫ് നോട്ട്, വാട്ട് ടു ഡു നൗ? എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അങ്ങനൊരു ജനനം എന്താണ് നമ്മളിൽ ചെയ്യുന്നത്? വാട്ട് ഡിഫറൻസ് ഡസ് ദാറ്റ് മേക്ക്? ഇത് ബാലപാഠമാണ്. കാരണം യേശുക്രിസ്തു പഠിപ്പിച്ചു തുടങ്ങുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. നമുക്കറിയാം, യോഹന്നാനെ പോലെ. പക്ഷെ യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അതില് ഈ വീണ്ടും ജനനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പഠിപ്പിച്ചത്. എന്നാൽ യോഹന്നാൻ അതിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ ദൈവരാജ്യം വരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവ് ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ വീണ്ടും ജനനത്തെ കുറിച്ച് പഠിപ്പിച്ചു. നമുക്ക് ഈ 1-2-3 ദിവസം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, നമ്മുടെ കോൺഗ്രിഗേഷൻ സംസാരിക്കുമ്പോൾ, നാളെ ഒരു ദിവസം ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നു സമാധാനമായിട്ട് കർത്താവിന്റെ നിഴലിൻ കീഴിൽ, മറവിൽ, ഉറപ്പോടെ വാഗ്ദത്തത്തെ പിടിച്ച് സന്തോഷിച്ച് ഉറങ്ങുവാൻ എന്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്? ഇതാണ് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വരുന്നത്. കാരണം രക്ഷയുടെ ഉറപ്പ്
അഷുറൻസ് ഓഫ് സാൽവേഷൻ. ആ അഷുറൻസ് ഓഫ് സാൽവേഷൻ ഇല്ലാതെ പോയാൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അങ്ങനെ അഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഉഴപ്പ് വരാണ്. അതാണ് രക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അഷുറൻസ് ഓഫ് സാൽവേഷൻ, എന്താണ് രക്ഷയുടെ ഉറപ്പ്? വാട്ട്സ് ദ അഷുറൻസ് ദാറ്റ് യു വിൽ ഗോ ടു ഹെവൻ? എന്താണ് ആ ഉറപ്പ്? ഉറപ്പില്ലാതെ നമുക്ക് ഒരു രാത്രി കഴിക്കാൻ പറ്റുമോ, ഉറങ്ങാൻ പറ്റുമോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1992, 2 years before I was baptized, before I was born again. ബാപ്റ്റിസം പിന്നെ 2 വർഷം കഴിഞ്ഞ ഞാൻ നെടുങ്ങാടപ്പള്ളി CS ചർച്ചിലെ ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്നു, കൺവെൻഷൻ. അന്നത്തെ കാലത്തൊക്കെ കൺവെൻഷനുകളിലെല്ലാം സുവിശേഷം പറയാം, കഥകള്. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ എന്നാ പറയുന്നത്. അവിടെ വിശ്വാസികൾ കൺവെൻഷന് പോകുന്നത് എന്തിനാണെന്നറിയോ? അവിശ്വാസികൾ ആരെങ്കിലും വന്ന് അവർക്കൊരു ബലമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും കൺവെൻഷൻ ഈ അവര് നടത്തിക്കൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് ഈ CSIക്കാരും ഒക്കെ നടത്തുന്ന മാരാമൺ കൺവെൻഷൻ ആയാലും രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുക, കൺവെൻഷൻ നടന്ന കാര്യമാണ് പറയാം. അപ്പോൾ കുറെ ആൾക്കാർ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രസംഗം രക്ഷിക്കപ്പെട്ടവർ എഴുന്നേക്കാൻ പറഞ്ഞു. ഇപ്പൊ കുറെ പേര് പിന്നെ എഴുന്നേക്കാത്തൊരു 3-4 പേരിൽ ഒരാൾ ഞാനായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഈ ഫ്രണ്ട് സീറ്റിൽ, ഏകദേശം ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഉള്ളതിൽ തടിയുള്ള ഞാനായതുകൊണ്ട് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ആള് എന്നെ നോക്കിയൊരു ചോദ്യം, ഇന്ന് നീ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ച് നീ തട്ടിപ്പോയാൽ നിന്റെ അവസ്ഥ എന്താവും? ഒറ്റ ചോദ്യം. ഞാൻ എൻ്റെ ഉള്ളിലൂടെ ഒരു ആന്തൽ പാസ് ചെയ്തു. ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കരമായ ഭയം. ഞാൻ ചാടി നിന്നിട്ട് കൈപ്പൊക്കി. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ സ്വർഗത്തിലേക്കുള്ള ഒരു അഷുറൻസ് കിട്ടണം. അതല്ലാതെ നമ്മള് എത്ര ഇവിടെ ഓടിയിട്ടും കാര്യമില്ലല്ലോ. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആൻ അഷുറൻസ് ദാറ്റ് യു വിൽ ഗോ ടു ഹെവൻ, അല്ലെ? പക്ഷെ അന്നൊന്നും ഞാൻ രക്ഷിക്കപ്പെട്ടൊന്നുമില്ല. പക്ഷെ ആ ഉറപ്പെന്ന് പറയുന്നത് എന്തുകൊണ്ട് വളരെ പ്രധാനമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. അല്ലെങ്കിൽ വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു അഷുറൻസ് ആണ്, ഒരു ഉറപ്പാണ്. ഓക്കെ, ആ ഉറപ്പില്ലെങ്കിൽ എന്താണോ ആശിക്കുന്നത് അതിനോട് നമുക്കൊരു ഉറപ്പുണ്ടാകണം. എന്താ നിങ്ങളുടെ ആശ? ഈ കൊറോണ വരുന്ന കാലത്തിന് മുമ്പൊക്കെ കാലത്തുള്ള ഏറ്റവും വലിയ ആശ എന്ന് പറയുന്നത് ഒരു വിസ കിട്ടണം, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും. പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഒരു ആശയാണ്. പിന്നെ ഒരു വീട് വെക്കുന്നുണ്ട് പാസ്റ്ററെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതും ഒരു ആശയാണ്. ഇങ്ങനെ അനേകം ആശകളുണ്ട്. ഇതെല്ലാം ഉറപ്പാണ്. ഇതെല്ലാം ഉറപ്പ് തരാൻ പ്രവാചകന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഈ സ്വർഗത്തിൽ പോകണം എന്നുള്ളൊരു പ്രത്യാശ ഉണ്ടല്ലോ, കർത്താവിന്റെ തേജസ്സിൽ രൂപാന്തരപ്പെടണം എന്നുള്ളൊരു പ്രത്യാശ, അതിന്റെ ഉറപ്പ് എവിടെ പോയി? അതിന്റെ ഉറപ്പ് എങ്ങനെ പോയതെന്നറിയോ? നിങ്ങളൊന്ന് നിങ്ങളുടെ ഹൃദയത്തോടെ ചോദിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറപ്പില്ലാത്തത്? ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം എപ്പോഴും രക്ഷയ്ക്കായി, അത് സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്ന അവസ്ഥയ്ക്കായി, രക്ഷയ്ക്കായി നമ്മളിലേക്കാണ് നോക്കുന്നത്. ഹോപ്പിംഗ് മൈ ഫ്ലഷ് വിൽ ബിക്കം ബെറ്റർ. ഞാൻ കുറച്ചുകൂടെ നന്നാവും. ഇപ്പൊ ആയിട്ടില്ല. എന്റെ ജഡം കുറച്ചുകൂടെ നന്നായി, മിടുക്കനായി, അനുസരിച്ച് കുറച്ചുകൂടെയൊക്കെ നന്നായി, കുറച്ചും കൂടെ നന്നായി, ഞാൻ ഒരു ദിവസം കർത്താവിന്റെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് പാസ്സാവും. ഐ വിൽ ഗോ ടു ഹെവൻ. പക്ഷെ ഇപ്പൊ വന്ന
ഒരു അരമണിക്കൂറെങ്കിലും ഒരുങ്ങാൻ സമയം തന്നാൽ ഞാൻ കരഞ്ഞു നിലവിളിച്ച് കർത്താവിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഞാൻ നിങ്ങളോടൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നാകണമെന്ന് ആഗ്രഹമില്ലേ? വിശുദ്ധരാകണമെന്ന് ആഗ്രഹമില്ലേ? ഞാൻ നിങ്ങളോട് സത്യസത്യമായി പറയുന്നു, നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര വിചാരിച്ചാലും തീരുമാനമെടുത്താലും രക്ഷപ്പെടാൻ പോകുന്നു. ഈ ഇംഗ്ലണ്ടില് നിങ്ങൾ അടുത്താണല്ലോ അല്ലെ? ഇംഗ്ലണ്ടില് പണ്ടുണ്ടായിരുന്നൊരു പാട്ടുകാരനാണ് അഗസ്റ്റസ് ടോപ്ലാഡി. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, നമ്മളെല്ലാം പാടിക്കൊണ്ട് നടക്കുന്ന ഒരു മലയാളം പാട്ടുണ്ട്. പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അതിന്റെ ഇംഗ്ലീഷ്, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ. അതിന്റെ ആദ്യത്തെ സ്റ്റാൻസ് എന്താണെന്നറിയാം? കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ. വൈരാഗ്യമേറിയാലും ഈ ലോകത്തെ മുഴുവൻ വെറുത്താലും കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിടാ പാപനാശം. എത്ര കരഞ്ഞാൽ, എത്ര തീരുമാനം എടുത്താലും. ഇംഗ്ലീഷ് പറയുന്നത് കുഡ് മൈ സീൽ നോ റെസ്പൈറ്റ് നോ എന്ന് പറഞ്ഞാൽ എന്റെ ആ ഉത്സാഹം ഒരു മടുപ്പില്ലാത്ത ഉത്സാഹത്തോടെ ഞാൻ ഓടിയാലും, കുഡ് മൈ ടിയേഴ്സ് ഫോർ എവർ ഫ്ലോ, എന്റെ കണ്ണുനീർ ധാരധാരയായി ജീവിതകാലം മുഴുവൻ ഒഴുകിയാലും, നത്തിങ് കുഡ് മൈ സിൻ അറ്റോൺ, ഒന്നിനും എന്റെ പാപത്തെ എടുത്ത് മാറ്റാൻ കഴിയും. മലയാളത്തിൽ പറയുമ്പോൾ കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ, വൈരാഗ്യമേറിയാലും, അത് ലോകത്തെ മുഴുവൻ വെറുത്ത് പോയാലും, കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിടാ പാപനാശം. സിൻ കനോട്ട് ബി അറ്റോൺഡ്. ഇത് അന്ന് അറിയാറുണ്ട് അവർക്ക്. പക്ഷെ ഇന്ന് നമ്മൾ ഇൻക്രീസിംഗ്ലി നമ്മുടെ കഴിവിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ കഴിവ് എങ്ങനെ ഉണ്ടാകുന്നറിയോ? നമ്മുടെ കഴിവ് ഉണ്ടാകുന്നത് നമ്മൾ വളർന്നു വന്ന ജീനുകളിൽ നിന്നും എൻവയറൺമെന്റിൽ നിന്നുമാണ്. നമ്മുടെ കഴിവെന്ന് പറയുന്നത് ഫ്ലഷാണ്, ജഡത്താൽ ജനിച്ചതല്ല, ജഡമാണ്. എനിക്കറിയാം, നമുക്ക് ഈ കേരളത്തിലെ പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യാനിസിന് ഒരു മൊറാലിറ്റി ഉണ്ട് അല്ലെ? നമ്മുടെ ഒരു സെൻട്രൽ ട്രാവൻകൂർ മൊറാലിറ്റിയാണ് പെന്തക്കോസ്റ്റർക്ക് പൊതുവെ ഉള്ളത്. ആ ഒരു മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പറയും, ഓ അവരെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊറാലിറ്റി അവർക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധിപ്പിച്ച ഒന്ന് രണ്ട് ചെറിയ ഇല്ലസ്ട്രേഷൻസ് എനിക്ക് പറയാം. നമ്മുടെ ഈ അപകടകരമായ ചിന്ത എങ്ങനെയാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. ഓക്കെ, ഒരു മനുഷ്യന്റെ ചിന്തകൾ കൺട്രോൾഡ് ബൈ ഹിസ് ഹെറിഡിറ്റി ആൻഡ് എൻവയറൺമെന്റ്. ഞാൻ അതിന്റെ ഇല്ലസ്ട്രേഷൻ നിങ്ങളോട് പറയാം. ഞാൻ സ്വർഗത്തിലോട്ട് പോവാം, ഓക്കെ, ബിക്കോസ് ഐ എം ഗുഡ് ആൻഡ് ഐ എം ഒബീഡിയന്റ്, ഐ എം ഹോളി. ഞാൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്വർഗത്തിലോട്ട് പോവാം. ഐ എം നോട്ട് ലൈക്ക് യു, ഐ എം ബെറ്റർ ദാൻ യു. ചുമ്മാ പറയുന്ന കേട്ടോ. നമ്മളെല്ലാം കർത്താവിൽ പെർഫെക്റ്റും നമ്മൾ ജഡത്തിൽ തന്നെ നോക്കിയാൽ ഒന്നുമില്ലാത്തവരുമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളും എല്ലാം അങ്ങനെയാണ്. സങ്കല്പിക്കുക, ഇമാജിൻ, ഞാൻ സ്വർഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന എന്നാൽ മഹാറൗഡിയായ, കള്ളു കുടിച്ച് റോഡിൽ വഴക്കുണ്ടാക്കി നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുന്നു. പുള്ളി നരകത്തിലോട്ട് പോവാം, ഒബ്വിയസ്ലി അല്ലെ? പുള്ളി എന്തായാലും സ്വർഗത്തിൽ പോലെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ വളരെ ഗമയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ കർത്താവിനോട് ഈ മറ്റേ ആൾ ചോദിക്കുകയാണ്, ഈ റൗഡി ചോദിക്കുകയാണ്, കർത്താവെ എന്നെ നരകത്തിലോട്ടും ഇവനെ സ്വർഗത്തിലോട്ടും വിടാനുള്ള കാരണം എന്താ? അപ്പൊ കർത്താവ് പറയുമായിരിക്കും, പറയില്ല. ഞാൻ പറഞ്ഞൊരു കഥയായിട്ടേ കാണാവുള്ളൂ, ഇല്ലസ്ട്രേഷനാണ്. കർത്താവ്, ഇവൻ ജീവിച്ചത് കണ്ടില്ലേ, വളരെ ഡീസന്റ് ആയിരുന്നു, ഇവൻ ആരുടെയും പൈസ അടിച്ചു മാറ്റത്തൊന്നുമില്ലായിരുന്നു, വളരെ ഓണസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവൻ ജീവിതത്തിൽ അങ്ങനെ വലിയ പാപങ്ങളൊന്നും, വിചാരം, കൊലപാതകം ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്തിട്ടില്ല, ഡ്രഗ് അടിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, സീറ്റ് വലിച്ചിട്ടില്ല, ചർച്ചിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പോകായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവാസം എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് കരയുമായിരുന്നു. ഞാനിതെല്ലാം കണക്കൂട്ടി വെച്ചു. അങ്ങനെ ഇവനെ രക്ഷിച്ചു, നിന്നെ വേണ്ടെന്ന് വെച്ചു. കാരണം നീ മഹാ ഉഴപ്പനായിരുന്നു, നീ ചെറുപ്പം തൊട്ട് ഡ്രഗടിയായിരുന്നു, നീ പഠിക്കാൻ വിട്ടിട്ട് പഠിച്ചില്ല, നീ മറ്റുള്ളവരുടെ തല്ലുപിടി ഉണ്ടാക്കി നടന്നു, അതുകൊണ്ട് നീ നരകത്തിൽ പോയി. അപ്പൊ ഇവനൊരു ചോദ്യം ചോദിക്കാം, വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. നിങ്ങൾ എത്ര പേർക്ക് ഇത് ചോദ്യം ഉള്ളിൽ തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല, പിള്ളേർക്ക് തോന്നിയിട്ടുണ്ടാവും. ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കാം, ദൈവമേ എന്നെ എന്തിനാണ് തെരുവിൽ ജനിപ്പിച്ചത്? ഞാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ തെരുവിൽ ജനിച്ചത്. എന്റെ പേരൻസ് ചെറുപ്പത്തിൽ എന്നെ നോക്കിയില്ല, തെരുവിൽ വിട്ടു. ഞാൻ തെരുവിലെ ഗുണ്ടകളോട് വളർന്നു, അവരെനിക്ക് ഡ്രഗ് തന്നു, ഞാൻ അതിന് അഡിക്റ്റ് ആയിപ്പോയി. എന്റെ ബുദ്ധി നശിച്ചു, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞു തരാനോ നന്നാക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നെ നീ നരകത്തിലോട്ട് വിടുമ്പം ഒരു ചോദ്യം, എന്നെ എന്തുകൊണ്ട് ചേസിന്റെ വീട്ടിൽ ജനിപ്പിച്ചില്ല? ആ മൊറാലിറ്റി എനിക്ക് തന്നില്ല, ആ കുടുംബം എനിക്ക് തന്നില്ല. അപ്പൊ പിന്നെ ഇപ്പൊ നീ എന്നെ നരകത്തിലോട്ടും വിടുന്നു. അതെന്ത് ന്യായമാണ്? ചോദിക്കാൻ പേരെ, ചോദിച്ചുകൂടെ? നിങ്ങളുടെ മനസ്സിലൊന്ന് ചോദിച്ചെങ്കിൽ ശരിയല്ലേ ഞാൻ പറയുന്നത്? കർത്താവ് എന്ത് പറയും? കർത്താവിന് മറുപടി ഉണ്ടോ? മറുപടി ഉണ്ട്. എന്താ മറുപടി എന്നറിയോ? മറുപടി ഇതാണ്, നീയും കണക്കാ, ചേസും കണക്കാ, എല്ലാം കണക്കാ. ഞാൻ എല്ലാത്തിനെയും കണ്ടം ചെയ്തിട്ടിരിക്കുകയാണ്. ഒരാള് സ്വർഗത്തിൽ പോലും, ഒരു ജഡവും, എത്ര നല്ല ജഡമാണ് സ്വർഗത്തിൽ പോയില്ല. നീ വിചാരിക്കുന്ന ചേസ് ജഡം കൊണ്ട് സ്വർഗത്തിൽ പോകുന്നതാണോ? നോ. പക്ഷെ ഒരു കാര്യം ഞാൻ വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ? നീയോ അവനോ ആര് വിശ്വസിച്ചാലും അവനെ രക്ഷിക്കാനുള്ള വഴിയാണ് സുവിശേഷം. അതുകൊണ്ട് ജനറ്റിക്സ് എന്തായാലും എൻവയറൺമെന്റ് എന്തായാലും വിശ്വസിക്കുന്നവനെ രക്ഷിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ബാക്ക് ബോൺ ആയിട്ടിരിക്കുന്നത്. ഇഫ് ഫെയ്ത്ത് ഈസ് നോട്ട് ഔർ ഫൗണ്ടേഷൻ, ഫെയ്ത്ത് അലോൺ ഈസ് നോട്ട് ഔർ ഫൗണ്ടേഷൻ, Christianity is just like any other religion, illogical and logically impossible. Impossible to be justified. നീതീകരിക്കാൻ പറ്റാത്ത, ഹെറിഡിറ്റി അക്കൗണ്ട് ചെയ്യുന്ന എൻവയൺമെന്റ്, ഏത് എൻവയൺമെന്റ് വളർന്നു വന്നു എന്നതിനെ വിചാരിച്ച് അടിസ്ഥാനപ്പെടുത്തി സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടും വിടേണ്ടി വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയത്? ഹൗ ഡിഡ് ദ ലോർഡ് കണ്ടം ദ ഫ്ലഷ്? നമ്മളെല്ലാം പാപികളായി മാറിയത് എങ്ങനെ? യേശുക്രിസ്തുവിന്റെ ലൈഫ് നോക്കി, യേശുക്രിസ്തു വന്ന് സംസാരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? പരീശന്മാർ മുഴുവൻ പാപികളായി മാറി. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പരീശന്മാരും അതുവരെ പാപികളല്ലായിരുന്നു. യേശു വരുന്നവരെ പരീശന്മാർ പാപികളായിരുന്നില്ല. They were the most righteous people. യേശു അവരെ എൻകൗണ്ടർ ചെയ്ത ശേഷമാണ് അവരെല്ലാം പാപികളായി പോയത്, അല്ലെ? ആണോ? അതുവരെ അവർ നീതിമാന്മാരായിരുന്നു. പക്ഷെ കർത്താവ് ഈ നിയമത്തിന്റെ ആന്തരിക വശം, അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ആന്തരികമായ വശം, അത് വെളിപ്പെടുത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളെല്ലാം പാപികളാണല്ലോ കർത്താവേ. ഇത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന എല്ലാവരും എസെൻഷ്യൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാൻ കനോട്ട് സേവ് ഹിംസെൽഫ്, വാട്ട് എവർ ബി ഹിസ് ക്വാളിറ്റി. എത്ര നല്ല ഫ്ലഷ് ആയാലും ഹി കനോട്ട് സേവ്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഇതിന് സാധാരണ എല്ലാം ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ പറയാം. ഞാൻ ചിലർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? ഈ കർത്താവിന്റെ കൽപ്പനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം ഇരുന്നാൽ മതി. നിങ്ങളെല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് ഒന്നും പറയണ്ട. ഓക്കെ, നമുക്ക് എല്ലാവരും കൂടെ പറയാനുള്ള സമയമില്ല. നമ്മൾ നേരിട്ട് കാണേണ്ടതായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ ഹിതം ഇതായിരുന്നു. നേരിട്ട് കാണേണ്ടതായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ ഹിതം ഇതായിരുന്നു. സന്തോഷം, എന്തായാലും സന്തോഷം. വചനം കേട്ടാൽ പോരെ, അല്ലെ? വചനം പറഞ്ഞാൽ മതി, കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നേരിട്ട് കാണുവാണെങ്കിൽ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം പറയേണ്ടി വന്നു. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ഈ കർത്താവ് നമുക്ക് തന്ന കൽപ്പനകൾ നമുക്ക് അനുസരിക്കാൻ പറ്റുന്നതാണോ, അനുസരിക്കാൻ പറ്റാത്തതാണോ? നിങ്ങൾ ഉത്തരം മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഞാൻ നേരിട്ടാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ ചോദിക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തതിൽ ഞാൻ വിഷമിക്കുന്നു. എങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ മതി. കർത്താവ് നമുക്ക് തരുന്ന കൽപ്പനകൾ അനുസരിക്കാൻ പറ്റുന്നതാണോ, പറ്റാത്തതാണോ? നിങ്ങൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും, പറ്റാത്ത കൽപ്പനകൾ ദൈവം തരുമോ പാസ്റ്ററെ?
ഈ ഒരു കൽപ്പന തന്നാൽ അതനുസരിക്കാവുന്ന കൽപ്പനയല്ലേ തരുള്ളൂ, അല്ലേ? ആണോ? നമുക്കൊന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരാം കേട്ടോ. ഞാൻ ആരാ കൽപ്പന തരാൻ ചോദിക്കരുത്, ഞാൻ മോശമൊന്നുമല്ല, ജസ്റ്റ് ഇല്ലസ്ട്രേഷൻ, ഇതെല്ലാം സങ്കല്പമാണ്. ഇപ്പൊ സമയം നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇന്ത്യൻ സമയം 11:54. ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്കൊരു മാങ്ങ തരാൻ പോവാം. മാങ്ങാപ്പഴം, മാംഗോ, റൈപ്പൻഡ് മാംഗോ എല്ലാവർക്കും തരാൻ പോകുന്ന രണ്ടു കൂടി കൽപ്പനയുണ്ട് കേട്ടോ. കൽപ്പന എന്താണെന്നറിയോ? ഇനി 1 മണിക്കൂറിനുള്ളിൽ ഈ പ്രസംഗം അവസാനിക്കും. ഇത് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മാങ്ങാപ്പഴം ഫിനിഷ് ചെയ്യണം. ഇതാണ് കൽപ്പന. ഓക്കെ, ഹൗ ഈസ് ദാറ്റ് കമാൻഡ്മെന്റ്? ഈ കൽപ്പന എങ്ങനെയുണ്ട്? നല്ല കൽപ്പനയാണോ? നല്ല കൽപ്പനയല്ലേ? വളരെ സ്വീറ്റ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ രാപ്പകൽ ധ്യാനിക്കാം, നമുക്ക് വേണമെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാം. അവസാനം ആസ്വദിച്ച് അനുസരിക്കാവുന്ന കൽപ്പനയാണ്, അല്ലേ? മാങ്ങാപ്പഴം നിന്നിട്ട് തിന്നാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് അനുസരിക്കാവുന്ന കൽപ്പന. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രശ്നം തീരുകയാണ്, കൽപ്പന അനുസരിച്ചവരെല്ലാം ഒന്ന് കൈവക്കും. നിങ്ങളിൽ എല്ലാവരും തന്നെ കൈവക്കുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ കയ്യില് ആ മാങ്ങാണ്ടി കാണും, സീഡ് ഓഫ് ദ മാംഗോ. അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. കൽപ്പന എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഫിനിഷ് ദിസ്. ഇങ്ങനെയാണ് കർത്താവ് കൽപ്പനകൾ തരുന്നത് സഹോദരങ്ങൾ. There is a spiritual commandment hidden inside. നമുക്ക് പുറമെ നമുക്ക് അനുസരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ അകത്ത് പരീക്ഷന്മാർ എന്ത് ചെയ്യാന്നറിയോ? പരീക്ഷന്മാർ ഇത് അനുസരിച്ച് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാങ്ങാപ്പഴത്തിന്റെ ഞെടുപ്പും സ്കിന്നും ഉൾപ്പെടെ എല്ലാം കഴിച്ചു, ചാറിറ്റിച്ചു കുടിച്ചു, പക്ഷെ മാങ്ങാണ്ടി തൊടാൻ പറ്റില്ല. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാമെന്നല്ല, ഇതൊന്ന് പൂർത്തിയാക്കാമെന്നതാണ്, നിവൃത്തിയായിട്ടില്ലായിരുന്നു. നിങ്ങളുടെ ജഡം ബലഹീനമായിരുന്നുകൊണ്ട് കൽപ്പനകൾ നിവൃത്തിയായില്ലായിരുന്നു. അപ്പൊ നിവൃത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ആ മാപ്പഴം ചെത്തി അതിനകത്ത് നിന്ന് മാങ്ങാണ്ടി എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടു. ഇതാണ് എന്റെ കൽപ്പന. പരീക്ഷന്മാര് പറഞ്ഞു, അയ്യോ ഇവൻ നമ്മൾ എടുത്തു മാറ്റാൻ വേണ്ടി വന്നവന്. ചുങ്കക്കാരൻ പറഞ്ഞു, അയ്യോ കർത്താവേ എന്നെ രക്ഷിക്കണേ. നമ്മളെന്താ പറയുന്നറിയോ? ഈ മാങ്ങാണ്ടി എനിക്ക് തിന്നാൻ പറ്റും. പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങൾ ന്യായമായിട്ട് ചോദ്യം ചോദിക്കും, എന്തിനാണ് ദൈവം ഇങ്ങനെ കടുകട്ടി അനുസരിക്കാൻ പറ്റാത്ത കൽപ്പന? ഉദാഹരണത്തിന് ഗിരിപ്രഭാഷണം തന്നെ നമ്മൾ എടുത്തോ. ഗിരിപ്രഭാഷണത്തെ കുറിച്ച് എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം, എനിക്കും പറയാം, നിങ്ങൾക്കും പറയാം. പക്ഷെ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടും അതനുസരിച്ച് ആരെയും നമ്മൾ കാണുന്നില്ല. നിങ്ങൾ കാണുമോ? റിയലി അത് മുഴുവൻ അനുസരിച്ച്? ഇനി സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം, ഓരോന്ന് ചോദിക്കാം. നിങ്ങളുടെ കണ്ടിച്ച് വരുന്നുണ്ടെങ്കിൽ ചൂട് നിറുത്ത് എറിഞ്ഞാൽ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ അനുസരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കണ്ണ് ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2007 ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ കർത്താവേ, ഈ കണ്ണ് ഉള്ളതുകൊണ്ടല്ല ഇത്തരം പാപം വരുന്നത്. ഷർട്ടിന്റെ കളർ ഉൾപ്പെടെ, വണ്ടിയുടെ കളർ ഉൾപ്പെടെ, ലോകം മുഴുവൻ എൻജോയ്മെന്റിലോട്ട് പോകുന്നതിന്റെ ഒരു ഫാക്ടർ കണ്ണല്ല. ഇതില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് ജീവിക്കാമായിരുന്നു ഞാൻ ചിന്തിച്ചു. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് കണ്ണിന് വേദന തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗ്ലുക്കോമയാണ്, കണ്ണിന്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു നിമിഷം കൊണ്ട് നിലവിളിച്ചു, എന്റെ കർത്താവേ, കണ്ണിന് ഇടർച്ച വരാതെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇനി വേണ്ടാത്തൊന്നും നോക്കില്ല, എന്റെ കണ്ണൊന്നും കളയാൻ പറ്റിയല്ലോ നമുക്ക്. സോർട്ട് ഓഫ് കണ്ണ് എടുത്തു കളയുക, കൈവെട്ടി കളയുക, പിന്നെന്താ, നിങ്ങൾ 1 നാഴിക പോകാൻ പറഞ്ഞ 2 നാഴിക പോകുക. ഇത് ഒരെണ്ണം അനുസരിച്ചാൽ പോരാ, എല്ലാം അനുസരിക്കണം, അല്ലെ? നിങ്ങളുടെ ഉടുപ്പ് ചോദിച്ചാൽ പുറത്തൂടെ കൊടുക്കുക, അത് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് അതല്ല പ്രശ്നം. ഇന്ന് വിലയേറിയ വേറെ പല കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങളുടെ വീട്ടിലൊരു അത്താഴവും മുത്താഴവും നടന്നാൽ വഴിയിരിക്കുന്ന ഭിക്ഷക്കാരെ, കുരുടരെ, മുടന്തരെ വിളിക്കുക ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് നിയമിക്കുക ചെയ്തിട്ടുണ്ടോ? അപ്പൊ പിന്നെ മൊത്തം ടോട്ടൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നേ? സ്നാനം. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കി പുതിയ നിയമ സുവിശേഷം മുഴുവൻ.
ഇതിനകത്ത് ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതൽ. പക്ഷെ നമ്മുടെ ആശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യണം എന്ന് പറയുന്നവരൊന്നും ഇത് കാണുന്നില്ലെന്ന് മാത്രമല്ല, ഓക്കെ, ചെയ്ത് കാണുന്നില്ലെന്ന് മാത്രമല്ല, ഇത് നമുക്ക് ചെയ്യണമെന്ന് ഇന്നുവരെ തോന്നുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ നിയമം മുഴുവനേ വേണ്ടെന്ന് വെച്ചു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ കേൾക്കണേ. പുതിയ നിയമം മുഴുവൻ വേണ്ടെന്ന് വെച്ചു. ഞാൻ വന്ന് നിങ്ങളോട് പറയാന്ന് വെച്ചോ, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം വീട്ടിൽ തെരുതിൽ കൊടുത്തിട്ട് അപ്പം ഭയങ്കര ഇടർച്ച ഉണ്ടാവും. അത് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം തന്നെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നിങ്ങളുടെ സ്ഥിതി എന്താണ്? അപ്പൊ എന്തിനാ പുരുവാനും? ഞാൻ വന്നിട്ട് നേരെ സെരുബ്ബാബേലിന്റെ കഥ എടുത്താ പോരെ? അല്ലെങ്കിൽ മോശയെ കുറിച്ചോ യോശുവയെ കുറിച്ചോ പറഞ്ഞാൽ പോരെ? ഇവിടെ ഒന്നും ചലഞ്ച് വരുന്നില്ലല്ലോ. നമ്മുടെ ജീവിതം കൊണ്ട് ഉത്തരം പറയണ്ടല്ലോ, ഉപദേശിച്ചാൽ മതിയല്ലോ. അപ്പൊ ശരിക്കും പാസ്റ്റേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ ഉപദേശം അങ്ങ് വിട്ടു. കാരണം ഇത് പഠിപ്പിക്കാൻ പറ്റില്ല. അക്കാഡമിക്കായിട്ട് പഠിപ്പിക്കാം, പക്ഷെ ഒരെണ്ണം അഴിച്ച് അതനുസരിച്ചിട്ട് അത് പഠിപ്പിക്കുന്നവൻ ദൈവരായത്തിൽ ഏറ്റവും വലിയവനാണ്. ഒരെണ്ണം വൺ സിംഗിൾ കമാൻഡ്മെന്റ് അത് അനുസരിച്ചിട്ട് അത് പഠിപ്പിക്കുന്നവനാണ് ദൈവരായത്തിൽ ഏറ്റവും വലിയവൻ. സിംഗിൾ കമാൻഡ്മെന്റ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ കൃപയുടെ ഉപദേശവും ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ഉപദേശവും ന്യായപ്രമാണത്തിന്റെ ഉപദേശത്തിന്റെ ഇടയ്ക്കുള്ള ബാലൻസ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദാറ്റ് ബാലൻസ്? നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ്? നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു തമാശ പറഞ്ഞതല്ല ഈ പ്രഭാഷണം. നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. സമാധാനമായോ? അനുസരിച്ചേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അനുസരിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും അനുസരിച്ചേ പറ്റുള്ളൂ. But the problem is we cannot. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? അവിടെയാണ് വിശ്വാസം നമുക്ക് ഒരു ആയുധമായിട്ട് വരുന്നത്. വിശ്വാസത്തിനാണ് അനുസരണം വരുന്നത്. ഫെയ്ത്ത് ബിക്കംസ് ഒബീഡിയൻസ്. നമ്മുടെ ജഡത്തിൽ നിന്ന് അനുസരണം ഉണ്ട്. നമുക്ക് കർത്താവ് തന്ന അതിവിശുദ്ധ വിശ്വാസമാണ് അനുസരണമേ വരുന്നത്. റോമാലേഖനത്തിന്റെ 1:6 പറയുന്നത് അതാണ്. സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. 16-ാം അധ്യായം തീരുന്നു അങ്ങനെ തന്നെയാണ്. സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. ഫെയ്ത്ത് ഹാസ് ടു ബിക്കം ഒബീഡിയൻസ്. ഇപ്പൊ കർത്താവിന്റെ നിയമങ്ങൾ വിശ്വാസത്തിലൂടെ അനുസരിക്കപ്പെടണം, ഫുൾഫില്ല് ചെയ്യപ്പെടണം. ന്യായപ്രമാണത്തിന്റെ നീതി ഓരോ മനുഷ്യനിലും നിറവേറണം. ബട്ട് ദാറ്റ് കനോട്ട് ബി ഡൺ ബൈ അവർ ഫ്ലഷ്. നമ്മുടെ ജഡത്താൽ അത് സാധിക്കില്ല. പക്ഷെ അതിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ഏറ്റവും അടിസ്ഥാനപരമായ പത്യോപദേശം. വേദപുസ്തകത്തിൽ പറയുന്ന പത്യോപദേശം എന്ന് പറയും. ഈ പത്യോപദേശത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു കൺസിഡർ ഹൗ ടു ബി ബോൺ അഗെയിൻ. കാരണം വീണ്ടും ജനിച്ചില്ല എങ്കിൽ നമുക്ക് ദൈവം അധികാരിയായ ദൈവരാജ്യത്തിന്റെ നീതി അന്വേഷിക്കാനോ അതിലേക്ക് നോക്കാനോ കഴിയും. അപ്പൊ നമുക്ക് വീണ്ടും ജനനം എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ദെയർ. ഓക്കെ, മേ ബി around 15 to 20 minutes to understand what this born again experience means. Okay, നമുക്ക് അതിനെ പറ്റിയ അതിനുള്ള വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ അതിന്റെ 20-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് ഞാൻ എഴുതുന്നത് തന്നെ കർത്താവ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കുന്നവൻ അവനിൽ വിശ്വസിക്കുന്നതിന് അവർക്ക് ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. സോ ദ പർപ്പസ് ഇറ്റ്സെൽഫ് ഈസ് ഡിവൈൻ ലൈഫ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ അനുഭവിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അനുസരണത്തിലേക്ക്. ഒബീഡിയൻസ് കംസ് ത്രൂ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. യോഹന്നാൻ 15-ന്റെ 15 പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഫലം കഴിക്കും. അത്രേ ഉള്ളൂ. ദർ ഇസ് എ മ്യൂച്വൽ ഇൻഹാബിറ്റിംഗ്. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോകാതെ നമുക്ക് ആരെയും അനുസരണക്കേടിന് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സഭ ഇങ്ങനെ പോകുന്നത്? ബിക്കോസ് മോസ്റ്റ് ഓഫ് us are not born again. We didn't understand how to be born again.
അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വീണ്ടും ജനിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു ചർച്ചയിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരോട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, കാരണം അവരാണല്ലോ രക്ഷിക്കപ്പെട്ട് വരേണ്ടത്. നമ്മളെല്ലാം ഓൾറെഡി അണ്ടർസ്റ്റുഡ് ടു ബി സേവ്ഡ് ആണ്. ബാക്കിയുള്ള ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പം ഇതുപോലെ 2-3 പേര് കൈവയ്ക്കും. അവിടുത്തെ പാസ്റ്റർ പറയും, എന്റെ ഫേസ് പാസ്റ്ററെ, നമ്മൾ ഇത്രയും നാളും പാട്ട് പാട്, ഇൻസ്ട്രുമെന്റ് വായിക്കുക, കീബോർഡ് വായിക്കുക എന്നൊക്കെ പറഞ്ഞവന്മാര് ഇവരൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ, ജനിക്കാത്ത പിള്ളേരോടാണല്ലോ ഇതെല്ലാം പറഞ്ഞോണ്ടിരുന്നത്. ഇവന്മാരുടെ സ്ഥിതിയാണ് ഇവരുടെ അപ്പനന്മാരുടെ സ്ഥിതി എന്തായിരിക്കും? പാസ്റ്ററിനോട് ചോദിക്കും. ഹൊറിബിൾ റിയാലിറ്റി ഇൻസൈഡ് ദ ചർച്ചസ്. ഈ നല്ല ചർച്ചകള്, നല്ല ഉപദേശികൾ വന്ന് മാനസാന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടണം, വിശദീകരിക്കപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വീണ്ടും ജനിക്കുന്ന എങ്ങനെയാണ് എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് പോകാറില്ല. അത് എന്താണെന്നറിയില്ല. ദാറ്റ് ഗോസ്പൽ ഈസ് നോട്ട് ദെയർ ടു ബി സീൻ എനിവെയർ. പിന്നെ നമുക്ക് ആ വാക്യങ്ങളൊന്ന് ജസ്റ്റ് പെട്ടെന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, നിങ്ങൾ എല്ലാവരും, ഒരുപക്ഷെ നിങ്ങൾ വീണ്ടും ജനിച്ചവർക്ക് നിങ്ങൾക്ക് എല്ലാം ഇത് അറിയാമായിരിക്കാം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷെ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട്, ഈ അവനെ കൈക്കൊണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്നാന്നറിയാം? പണ്ടൊക്കെ സുവിശേഷം പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? കർത്താവ് ശരിക്കും അങ്ങനെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നുണ്ടോ? എവിടെ വാക്യമുള്ളത്? വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമാണോ? വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ ലാവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടും. അത് സഭയുടെ വാതിലിൽ നിന്ന് മുട്ടുന്ന കാര്യമാണ്. ഹൃദയത്തിന്റെ വാതിലിൽ നിന്ന് കർത്താവ് മുട്ടുന്നുണ്ട്. അങ്ങനെ വചനമുണ്ടോ? നിങ്ങൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ വെളിയിൽ കർത്താവ് വളരെ വിഷമിച്ച് നിൽക്കുന്നു. ഞാൻ വാതിൽ തുറന്ന് അകത്ത് കൊടുക്കുന്നു, കർത്താവ് അകത്ത് കയറിയിരുന്നു. ഞാൻ ഞായറാഴ്ചകളിൽ വരാം, രാവിലെ പ്രാർത്ഥിക്കാൻ നേരത്ത് വരാം, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ മതി, ഞാൻ നിന്റെ ആളായിട്ട് മാറിക്കണം. ഇങ്ങനെയാണോ? ഇതാണോ വീണ്ടും ജനനം? അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും മൂർത്തികൾ അവരുടെ ആരാധകരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ബൈ സങ്കല്പം, ബൈ ആൻ ഇമാജിനേഷൻ. വാതിൽ തുറക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്ന കർത്താവ്. അങ്ങനല്ല കർത്താവിനെ കൈക്കൊള്ളുന്നത്. ദാറ്റ്സ് നോട്ട് ഹൗ വി റിസീവ് ദ ലോർഡ്. നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടെന്ന് പറയുമ്പോൾ കർത്താവിന് പലപ്പോഴും നിങ്ങളെന്ന് പറയുന്നത് ശരിയല്ല, ഞാനും വർഷങ്ങളോളം ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ ഉള്ളിൽ വന്ന്, യേശു എന്ന് ചിന്തിക്കുമ്പോഴേക്കും എന്റെ ഉള്ളിലേക്ക് വരുന്നത് ആ താടിയും മുടിയും നീട്ടി ലിയാനോ ഡാ വിഞ്ചി വരച്ച ആ രൂപമാണ്. ദാറ്റ്സ് എ ഗ്ലോറിഫൈഡ് ഐഡോലാട്രി. യേശുക്രിസ്തുവിന് അങ്ങനെ രൂപം കൊടുക്കാൻ പാടില്ല. വി കനോട്ട് ഗിവ് എ വിഷൻ, എ ഫേസ് ടു ക്രൈസ്റ്റ്. അതുകൊണ്ട് എനിക്കിപ്പം ഈ ജീസസ് മൂവിയൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ യേശുവിന്റെ ഇമേജുമായിട്ട് വരുന്നത് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡൈജസ്റ്റ്. ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് ഇറ്റ്, പക്ഷെ എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, പക്ഷെ എങ്ങനെയാണ് കർത്താവിനെ നമ്മൾ കൈക്കൊള്ളുന്നത്? ഹൗ ഡു വി റിസീവ് ഹിം? നോട്ട് ബൈ allowing him inside or opening your door. അത് അങ്ങനെ പരിപാടി നടക്കത്തില്ല. അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നറിയോ? അതിന്റെ തൊട്ട് താഴെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ അവൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല. ഓക്കെ, രക്തത്തിൽ നിന്നല്ല, പാരമ്പര്യം വഴി വരില്ല. അതായത് രക്തം വഴി ഇത് പകരില്ല. എന്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല. അടുത്തതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇത് യാക്കോബക്കാർ കത്തോലിക്കർ സൂക്ഷിച്ചാൽ മതി. ഏതാ? രക്തത്തിൽ നിന്ന് അവരാ പറയുന്നത് പാരമ്പര്യം വഴി വിശ്വാസിയാകാം നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതിന്റെ രണ്ടാമത്തെ ഭാഗം, ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു തീരുമാനം എടുത്ത് രക്ഷപ്പെടാൻ പറ്റില്ല, വീണ്ടും ജനിക്കാൻ പറ്റില്ല. ഐ കനോട്ട് ടേക്ക് എ ഡിസിഷൻ ടു ബി ബോൺ അഗെയിൻ. അവിടെയാണ് പ്രശ്നം. ഓക്കെ, എനിക്ക് ഒരു തീരുമാനമെടുത്ത് വീണ്ടും ജനിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും പിള്ളേർ, ഇവിടെ ഇരിക്കുന്ന ഒരു പിള്ളേരെ, മാതാപിതാക്കളെ, സഹോദരങ്ങൾ, നിങ്ങൾ ആരെങ്കിലും ജനിക്കാൻ നേരത്ത് നിങ്ങളൊരു കസേരയിൽ പോയിരുന്ന് നല്ലൊരു തീരുമാനം എടുത്ത് ഞാൻ ജനിക്കാൻ പോകുന്നു, ആരെ വേണം അപ്പനായിട്ട്? ശരി, ഈ കുടുംബത്തിൽ ജനിച്ചേക്കാം. അങ്ങനെ തീരുമാനം എടുത്ത് ജനിച്ചവര് ആരെങ്കിലും ഉണ്ടോ? ആരും. മനുഷ്യർക്ക് മക്കളായിട്ട് ജനിക്കുന്നവരാരും തീരുമാനം എടുത്ത് ജനിച്ചവരല്ല. അപ്പൊ ദൈവത്തിന് മക്കളാവുന്നവരെങ്ങനെ തീരുമാനം എടുത്ത് ജനിക്കുന്നത്? നമ്മുടെ സുവിശേഷ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞു, ഇന്നൊരു തീരുമാനം എടുക്കാതെ. സഹോദരങ്ങളെ, തീരുമാനം എടുത്താൽ അതിന്റെ ആയുസ് എത്ര നേരമുണ്ട്?
ഏറിയ മാനസാന്തരം 3 ദിവസം. ഇവരൊരു തീരുമാനം എടുത്തിട്ട് വീട്ടിലോട്ട് പോയി 2 ദിവസം കഴിയുമ്പോൾ തീരുമാനം എടുക്കും. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നറിയോ? അന്ന് രക്ഷിക്കപ്പെട്ടാന്നാ പറയുന്നത്. എങ്ങനെ? ഞാനൊരു തീരുമാനം എടുത്ത് വീണ്ടും ജനിച്ചോ? ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദിസ് കുഡ് സ്കെയർ യു. ഇതൊരു പക്ഷെ നിങ്ങളെ ഭയപ്പെടുത്താം. എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ സകല മനുഷ്യർ, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ഡിസൈഡ് ആൻഡ് ബി സേവ്ഡ്. അങ്ങനെ ബൈബിൾ എവിടെയുണ്ടോ? ഒരിടത്തും ഇല്ല. അടുത്ത വാക്യം പുരുഷന്റെ ഇഷ്ടത്താലല്ലെന്ന്. അപ്പൊ എങ്ങനെ അല്ലെന്ന് അറിയുമ്പോഴേ നമുക്ക് പ്രയാസമാവുമല്ലോ. പുരുഷന്റെ ഇഷ്ടത്താലല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് യോശുവ പറഞ്ഞില്ലേ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇന്ന് പറയാൻ പറ്റില്ല. നിന്റെ കാര്യം പറയാം, അത്രയേ ഉള്ളൂ. അപ്പൊ പുരുഷൻ, ഒരു വീട്ടിലെ പുരുഷൻ, ഹെഡ് ഓഫ് ദാറ്റ് ഹൗസ്, മാൻ ഓഫ് ദാറ്റ് ഹൗസ്, ഒരു തീരുമാനം എടുത്തുകൊണ്ടും മക്കളുണ്ടാവില്ല. പിന്നെ എങ്ങനെ ഉണ്ടാകുന്നത്? ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത്. ഇതാണ് നമ്മൾ ഈ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പം വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആരാന്നറിയോ? പിശാചല്ല. നിങ്ങൾ ഞെട്ടിയോ? ഇത് പിശാചാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ശത്രു പിശാചല്ല, സുവിശേഷീകരണത്തിന്റെ ശത്രു പിശാചല്ല. കാരണം പിശാച് നമ്മളെക്കാൾ കൂടുതൽ ദൈവത്തെ അനുസരിക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. ഇല്ലേ? ഉണ്ട്. പിശാചിന് ദൈവം പറയാത്ത നമ്മളെ പരീക്ഷിക്കാൻ വരാൻ പിശാചിനെ പറ്റില്ല. പത്രോസിന്റെ അടുത്ത് പരീക്ഷിക്കാൻ ചെല്ലാൻ പറ്റുമോ? പിശാച് ചെന്ന് ദൈവത്തോട് ഞാൻ അവനൊന്ന് പാറ്റിക്കോട്ടെ. കർത്താവ് പറയുകയാണ്, പാറ്റിക്കോ, പക്ഷെ വിശ്വാസം പോകുന്ന പോലെ വേണ്ട. അപ്പൊ പിന്നെ എന്താ? പെർമിഷൻ ചോദിക്കണം. നമുക്കൊന്നിനും പെർമിഷൻ വേണ്ട. നമ്മൾ ഒന്നിനും പെർമിഷൻ ചോദിക്കുന്നില്ല. അപ്പൊ ശരിക്കും ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ തടസ്സം എന്താ പറയുക? അന്നും ഇന്നും എന്നും ഹ്യൂമൻ സെൻട്രിക് തിങ്കിങ് ആണ്. മനുഷ്യ കേന്ദ്രീകൃതമായ തിയോളജി. സാൽവേഷൻ ഡിപ്പെൻഡിങ് ഓൺ മാൻ, മാൻസ് ഡിസിഷൻ, മാൻസ് റിപ്പൻഡൻസ്. മനസ്സിലാവുന്നുണ്ടോ? സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോഴും മനുഷ്യന്റെ പ്രയത്നം, രക്ഷ മനുഷ്യന്റെ പ്രയത്നം. ഇത് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നറിയോ? ഈ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമായ രക്ഷ എന്ന ആ ഒരു മനോഹരമായ ആ ആരാധനയുടെ അന്തരീക്ഷത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റും. ഓക്കെ, നമുക്ക് ഈ മനുഷ്യന്റെ ഉത്തരവാദിത്വവും ദൈവത്തിന്റെ സോവറിറ്റി തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നമുക്ക് കണക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെയൊന്നും മക്കൾ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് മക്കൾ ഉണ്ടാകുന്നത്? അതാണല്ലോ നമ്മൾ അറിയേണ്ടത്. ഹൗ ഡു വി ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്? ഹൗ ടു റിസീവ് ക്രൈസ്റ്റ്? ക്രിസ്തുവിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഹൗ ഡു വി റിസീവ് ക്രൈസ്റ്റ്? ഓക്കെ, നമുക്ക് 1-2 വേദഭാഗങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞോട്ടെ. വെൻ യു ആർ റീഡിങ് ദ സ്ക്രിപ്ചർ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, വൈകിട്ടും രാവിലെയും പ്രാർത്ഥിക്കുമ്പോൾ കടമ തീർക്കാൻ വായിക്കുന്നവരെല്ലാം പറയാം. വെൻ യു റീഡ് ദ ബൈബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അത് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭാഗം നമ്മൾ വായിച്ചാൽ അതിന്റെ അർത്ഥം ആ ഭാഗത്ത് നിന്ന് തന്നെ മാക്സിമം കണ്ടുപിടിക്കണം. ദൂരെ എങ്ങോട്ടും പോരുത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് അതിന്റെ അർത്ഥം കണ്ട ശേഷം മാത്രമേ വെളിയിലുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകാവൂ. ആസ് എ പാരലൽ പാസേജ്. അതായത് നമ്മളിപ്പം ഈ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ ഒരു മേ ബി നമ്മൾ 11 വരെ വായിക്കുമെന്ന് വിചാരിച്ചു. ഈ 11 വരെ നമ്മൾ വായിച്ചാൽ അതിന്റെ അർത്ഥം ഈ പാസേജിൽ തന്നെ നമുക്ക് മാക്സിമം മനസ്സിലാക്കണം. അല്ല, ഇതിൽ നിന്നുണ്ടാകുന്ന ക്ലൂവിൽ നിന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പാസേജിലേക്ക് പോകാവും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എങ്ങനെ. വീണ്ടും ജനിച്ചാൽ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് ആ പ്രോസസ് നമുക്ക് നോക്കാം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറയും. നിക്കോദെമോസിനോട് പറയുന്നതാണ്,
നിക്കോദമോസ് അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. നമുക്ക് വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലാ തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ജനിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ഒന്നുകൂടെ കിടന്ന് അങ്ങനെ ഒരു ചാൻസ് കൂടെ കിട്ടുമായിരുന്നു, നമ്മൾ കുറച്ചുകൂടെ നല്ലൊരു ജീവിച്ചേനെ, നല്ലൊരു പഠിച്ചേനെ, അല്ലെ, നല്ലപോലെ വർക്ക് ചെയ്തേനെ, അല്ലെ, കുറച്ചൊക്കെ വേസ്റ്റ് ആയി പോയില്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? ദൈവമേ, ഒരു ചാൻസും കൂടെ ഒരു കൊച്ചായിട്ട് ജനിച്ച് ഒന്നും കൂടെ നഴ്സറി പോയി, ഒന്നും കൂടെ LKG പോയി, അവിടെ എല്ലാം നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി, 10ാം ക്ലാസ് റാങ്ക് ഒക്കെ മേടിച്ച് അങ്ങനെ മിടുക്കനായിട്ട് പഠിച്ച്, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കയറി നമുക്ക് ജനിക്കാൻ പറ്റില്ലെങ്കിലും എല്ലാം പുതുതാക്കുന്ന ഒരു വീണ്ടും ജനനം നമുക്കുണ്ട്. അപ്പൊ നിക്കോദമോസ് വിചാരിച്ചത്, എങ്ങനെയാണ് ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് പിന്നെ ജനിച്ച് കുഞ്ഞായിട്ട് ദൈവരാജ്യത്തിൽ പോകുന്നത്? അപ്പൊ കർത്താവ് അവനോട് മറുപടി പറയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് കുഞ്ഞാവാൻ ഒരു വഴിയുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറാൻ പറ്റില്ല, ഉദരത്തിൽ കയറാൻ പറ്റില്ല, അതിനെ ആലോചിക്കണ്ട, അത് തീർന്നു. ജഡത്താൽ ജനിച്ച ജഡം, അതിനി രണ്ടാമത് ജഡത്താൽ ജനിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. ജഡം കൊണ്ടൊരു പ്രയോജനമില്ല. അതുകൊണ്ട് പിന്നെ നീ ജഡത്തിൽ ജനിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാൻ പറ്റില്ല, പക്ഷെ നിനക്ക് ജനിക്കാൻ ഒരു വഴിയുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാം. ദാറ്റ്സ് ദ പോസിബിലിറ്റി. And that's how you enter into the kingdom of God. അങ്ങനെയാണ് നീ വീണ്ടും ജനിക്കുന്നത്. അപ്പൊ കർത്താവ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ കഴിയില്ല. അപ്പൊ വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ജനിക്കണം, റീജനറേഷൻ ഓക്കെ ഷുഡ് ഹാപ്പൻ. 6ാം വാക്യം, നമ്മൾ ഈ വാക്യം മാത്രം വായിച്ചാൽ മതി. ഓക്കെ, നോ കമന്ററി, നത്തിങ്. ജഡത്താൽ ജനിച്ചത് ജഡമാകും. അപ്പൊ ഒരു കാര്യം, ജനിച്ചാണല്ലോ, എങ്ങനെ ജനിച്ച്? ജഡത്താല ജനിച്ചല്ലേ. അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിച്ച കാര്യമില്ലെന്ന് പറഞ്ഞു, ജഡമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഫ്ലഷ് പ്രോഫിറ്റ്സ്. ഇനി എന്ത് വേണം? ആത്മാവിനാൽ ജനിച്ചതാണ് ആത്മാവ്. അപ്പൊ നിനക്ക് എന്ത് വേണം? ഇനി വീണ്ടും ജനിക്കണം. അപ്പൊ ജഡത്താലുള്ളത് പോയി ആത്മാവിനുള്ളത് വരണം. അടുത്ത വാക്യം, വെള്ളവും ഇതെന്താ നമ്മൾ പറഞ്ഞില്ല. സാധാരണ യാക്കോബക്കാര്, ഓർത്തഡോക്സ് ആയിരുന്നു. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായതുകൊണ്ട് എനിക്ക് അവരുടെ ടീച്ചിങ്ങിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ജനിച്ച ഉടനെ മാമോദീസ വെള്ളം വീഴുമ്പോൾ വെള്ളത്താലുള്ള വീണ്ടും ജനനം. പിന്നെ അച്ഛൻ മൂറോൻ പൂശുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ്. പിന്നെ അപ്പം എടുത്ത് ഒരിത്തിരി വായിൽ വെച്ച് തരും ഓർത്തഡോക്സുകാർക്ക്. കത്തോലിക്കർക്ക് കൊടുക്കില്ല, ഓർത്തഡോക്സുകാർക്ക് കിട്ടും, കുഞ്ഞിനെ തന്നെ കിട്ടും. അപ്പൊ യേശുവിന്റെ ശരീരമാകത്തുണ്ട്, പിന്നെ അറിയത്തിൽ പോകത്തില്ല. അങ്ങനെയാണ് അവർ വീണ്ടും ജനിക്കുന്നത്. നമുക്കറിയാം, പക്ഷെ അങ്ങനെ നടക്കുകയാണെന്നുള്ളത്. കാരണം ഒരു കർമ്മത്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, വിശ്വാസത്താൽ മാത്രമേ പറ്റുള്ളൂ. ഈ കുഞ്ഞിനെ വിശ്വസിക്കാൻ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ ഈ വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ സ്നാനത്താൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നു, ബൈ വൺ ഒബ്സർവൻസ്. അതെന്താ കാര്യം എന്നറിയോ? സ്നാനപ്പെടുന്ന ഞാനാണ്, എന്റെ പ്രവൃത്തി അല്ല എന്നെ രക്ഷിക്കുന്നത്, നോട്ട് മൈ ഡിസിഷൻ. ഓക്കെ, ദൈവത്തിന്റെ ഡിസിഷനാണ് എന്നെ രക്ഷിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. രക്ഷിക്കപ്പെടാൻ വേണ്ടി അല്ല സ്നാനം, രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത്. ഓക്കെ, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ. അപ്പം നമ്മള് എന്തൊക്കെ പറഞ്ഞു, അത് വെള്ളം എന്ന് പറയുന്നത് സ്നാനമല്ല, വെള്ളം എന്ന് പറയുന്നത് വചനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. നമുക്ക് പത്രോസ് ലേഖനത്തിൽ കാണാം, കിടന്ന ബീജത്താലല്ല ദൈവവചനത്താൽ അത്ര നിങ്ങൾ വീണ്ടും ജനിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് സത്യമാണ്, അത് തെറ്റാന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ വെള്ളത്തിന് വേറൊരു അർത്ഥമുണ്ട്. വചനം എന്ന അർത്ഥമല്ല ഇവിടെ യോജിക്കുന്നത്. മീനിങ്. വചനം എന്നുള്ള തെറ്റല്ല, ബട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ്സ് നോട്ട് ദ വേർഡ്. അതല്ല കർത്താവ് പറയുന്നത്. എന്താ കർത്താവ് പറയുന്നത്? നമുക്ക് ഇതേ പശ്ചാത്തലം തന്നെ എടുക്കാം, വെളിയിലെങ്ങും പോകാതെ. ഓക്കെ, നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. കേട്ടോ, ഇത് ശ്രദ്ധിക്കണേ. ഇത് ഏറ്റവും കട്ടിയായ വചനമാണ് കർത്താവ് പറഞ്ഞതിൽ. ഏറ്റവും കട്ടിയായ വചനങ്ങളിൽ ഒന്നാണ് ഈ കാറ്റിന്റെ കാര്യം.
കർത്താവിന്റെ വചനങ്ങളെല്ലാം കട്ടിയായിരുന്നു ശരിക്കും. ജഡത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ജഡത്തിന് അനുസരിക്കാൻ പറ്റാത്ത കട്ടിയുള്ള വചനങ്ങളായിരുന്നു കർത്താവ് തന്നത്. 8-ാം വാക്യത്തിൽ പറയാണ് കാറ്റ് ഇഷ്ടമുള്ളോട് തോന്നുന്നു. ഇപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും കട്ടിയായ വാക്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു. ഇത് വളരെ കഠിനമായി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്താ കാര്യം എന്നറിയോ? ഈ ആത്മാവിൽ ജനിച്ചവര് കാറ്റ് പോലെയാണ്. കാറ്റിന് സഞ്ചരിക്കാൻ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് എവിടെ നിന്ന് വരുന്നതെന്ന് എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല. നമുക്കതിന്റെ ഗതി നിയന്ത്രിക്കാനും എളുപ്പമല്ല, നടക്കത്തില്ല. ഓക്കെ, അതിന്റെ ശബ്ദം കേൾക്കാം, അതിന്റെ എഫക്റ്റ് അനുഭവിക്കാം, പക്ഷെ ഒരിക്കലും അതിന് വഴി പറഞ്ഞു കൊടുക്കാനോ നിയന്ത്രിക്കാനോ ഒന്നിനും സാധിക്കില്ല. അതുപോലെ കാറ്റിന് ഇടയ്ക്ക് വിശ്രമിക്കാൻ പറ്റത്തില്ല. തൂണുകൾ ഉണ്ടാക്കി ഒരു വീടുണ്ടാക്കി അതിനകത്ത് കുടിയിരിക്കാൻ പറ്റില്ല കാറ്റിന്. മടുത്തു, വീശി മടുത്തു, ഇനി കുറച്ചു നേരം ഞാൻ വീട്ടിൽ വിശ്രമിച്ചിട്ട് നാളെ തൊട്ട് പിന്നെയും വീശാം എന്നൊരു കാറ്റിന് പറയാൻ പറ്റില്ല. കാറ്റ് ഇവിടെ കർത്താവ് പറയുന്നത് അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ദ വിൻഡ് ആണ്. എവിടെ നിന്ന് വരുന്നത് എങ്ങോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. സ്പിരിച്വൽ മാൻ, ആത്മീക മനുഷ്യൻ കാറ്റ് പോലെയാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു പില്ലറും ഈ ലോകത്ത് ഇടുന്നില്ല. അവൻ വിൻഡ് അനുസരിച്ച് പോകുന്നവനാണ് എന്ന് പറഞ്ഞാൽ എവിടെയും പോവാം, എങ്ങോട്ടും പോവാം, എവിടെയും നിൽക്കാം, എവിടെയും ജീവിക്കാം. അതിന് ഗതി നിശ്ചയിക്കാൻ ആരെക്കൊണ്ടും കഴിയും, തീരുമാനിക്കാൻ നടപ്പാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. കാറ്റുപോലെ ജീവിക്കുന്നതാണ് ആത്മീയന്റെ ജീവിതം. തൂണുകളില്ല, സെറ്റിൽമെന്റ് ഇല്ല. ഞാൻ ഈ തൂണുകളില്ലാത്ത അവസ്ഥയെ കുറിച്ച് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ബി ക്ലിയർ. ഇത് കഠിനമായ വാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ കഠിനമായ വാക്ക് ആണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് കേൾക്കാൻ. ഓക്കെ, അല്ലാതെ പറയരുത് ഞങ്ങളുടെ പേര് ഇത്തരം ഭാരം വെച്ചു. ഭാരം ഉണ്ട് ബൈബിളിൽ തീർച്ചയായിട്ടും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ബാക്ക് ഇൻ 2002 വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരു പാസ്റ്റർ കം ബിസിനസ്മാൻ, സോറി ഞാൻ എപ്പോഴും മിസ്റ്റേക്ക് വരുന്നുണ്ട്, തിരിച്ചാ പറയുന്നത്, ബിസിനസ്മാൻ കം പാസ്റ്റർ ആണ് കറക്റ്റ്. എന്നോട് പറഞ്ഞു, ചെയ്സേ, he is a senior, very old man. He told me, ചെയ്സേ, ഇങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞൊന്നും കല്യാണം കഴിക്കരുത്. ഇപ്പൊ പിടിച്ചാലേ കിട്ടാനുള്ളത് കിട്ടുള്ളൂ. നാളെ നീ വേണമെന്ന് വിചാരിച്ചാൽ ആരും 5 പൈസ തരികയില്ല. അതുകൊണ്ട് കിട്ടാവുന്നതെല്ലാം എന്താണോ അത് അവരുടെ വീട്ടിൽ നിന്ന് മേടിച്ചെടുത്തോണം. അല്ലെങ്കിൽ 40-45 വയസ്സാകുമ്പോൾ നിന്റെ ഭാര്യ തന്നെ നിന്നോട് പറയും, അച്ചായ അന്ന് കിട്ടാവുന്ന മേടിച്ചുകൊണ്ട് പോന്നായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടണമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങേരോട് പറഞ്ഞു, ബിസിനസ്സുകാർ അങ്ങനെ ചിന്തിക്കും കേട്ടോ. ബിസിനസ്സുകാർ ചിന്തിക്കുന്ന ലോങ് ടൈമാണ്. അപ്പൊ ഞാൻ അങ്ങേരോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ 27 വയസ്സേ ഉള്ളൂ. 45 വയസ്സാകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമെന്നല്ലേ ഭാരപ്പെടുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു പാപം വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ തൽക്കാലം എന്നെ വിട്. ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് വേർഡ്സ് ഐ സ്പോക്ക്. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു, എന്താണ് പുള്ളി അത്രയും പ്രായമായ ഒരാള് എന്നോടത് പറയാനിടയായി. ഞാന് പിന്നെ ആലോചിച്ചപ്പോ സംഗതി ശരിയായി. ഈ 45 വയസ്സ് ഒരു ഗുരുത്തം കെട്ട വയസ്സാണ്. ഇപ്പൊ ഞാൻ 45 ഓടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. 45 വയസ്സാകുമ്പോൾ വരുന്ന എന്താണെന്നറിയോ കുഴപ്പം? പിള്ളേരുടെ ഹയർ സ്റ്റഡീസിന്റെ പ്രായവും പെൺപിള്ളേരാണെ കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം എന്നൊരവസ്ഥയിലോട്ട് വരും. അപ്പൊ ചിന്തകൾ വരും, കാറ്റ് പോലെ ജീവിച്ചു, ഇനി എവിടെയെങ്കിലും 2 പില്ലർ ഇടണം, അല്ലാതെ മുമ്പോട്ട് പോവില്ല. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം കർത്താവ് നടത്തി.
ഇനി വലിയ വലിയ കാര്യമാണ് വരുന്നത്. അത് കർത്താവ് നടത്താൻ സാധ്യത കുറവാണ്. അപ്പൊ ഞാൻ എൻ്റെ 2-3 പില്ലർ ഇട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ പിള്ളേരെന്നെ നിന്ദിക്കും. അതുകൊണ്ട് ഗൾഫിലോട്ട് വല്ല ചാൻസും കിട്ടും. ഇങ്ങനെയാണ് ഈ കാറ്റിന്റെ ലൈഫ് തീരും. പിന്നെ കാറ്റിന്റെ ലൈഫ് ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല. പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിൽ നിന്ന് നിർത്തിയാൽ എബ്രായ ലേഖനം 6 ഏറ്റവും പ്രധാനപ്പെട്ട വാണിംഗ് വൺസ് യു സ്റ്റോപ്പ് റണ്ണിങ് ആഫ്റ്റർ ദ വിസ്ഡം ഓഫ് ക്രൈസ്റ്റ്, ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നമ്മൾ ആ പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിൽ നിന്ന് പിന്മാറിയാൽ പിന്നെ നമുക്ക് രണ്ടാമത് കാറ്റ് പോലെ ജീവിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്ഥാപിക്കുന്ന പില്ലറുകളെ പിന്നെ എടുത്തു മാറ്റാൻ പറ്റില്ല. ഇപ്പൊ സ്പിരിച്വൽ ലിവിങ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ അസെപ്റ്റ് തെറ്റാന്നോ അങ്ങനെ ഒന്നും അല്ല പറയുന്നത്. ദാറ്റ്സ് അക്കോർഡിംഗ് ടു ഹൗ എ മാൻ ഈസ് ലെഡ് ബൈ ദ ലോർഡ്. ഞാൻ എന്റെ കാര്യം പറയുന്നത്. അപ്പൊ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ ഇഫ് ഐ സ്റ്റാർട്ട് എറക്റ്റിംഗ് പില്ലേഴ്സ്, അല്ലെ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പില്ലറുകൾ എന്ന് പറയുന്നത് പണത്തിന്റെ പില്ലർ ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന അനേകം പില്ലേഴ്സിൽ ഒന്നാണ് ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ്, സപ്പോർട്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ സാമ്പത്തികം എന്റെ കരുതേണ്ട കാര്യമില്ല, എനിക്ക് സപ്പോർട്ട് 100,000 പേരുണ്ടല്ലോ. ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ഗോഡ്. പില്ലറുകൾ ഇറക്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന ആളായിട്ട് മാറും. തുറന്നു പറയില്ല. കാരണം എനിക്ക് നിങ്ങളുടെ പ്ലഷർ വേണം. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അപ്പീലിംഗ് ആയ ഒരു പ്രസന്റേഷൻ നടത്തണം. ഇപ്പൊ എന്താ സംഭവിക്കുന്ന? കാറ്റ് പോലെയുള്ള ലൈഫ് പോയി. മനസ്സിലാവുന്നില്ല? കാറ്റ് എന്താണ്? അൺസെറ്റിൽ, അൺപ്രഡിക്റ്റബിൾ. അതായത് ഈ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ? അതിന്റെ അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ഗ്ലോറിയസ് അൺസർട്ടനിറ്റി ഓഫ് ഫെയ്ത്ത് എന്ന് വേണേൽ പറയാം. വിശ്വാസത്തിന്റെ അതിസുന്ദരമായ, അതിമഹത്വകരമായ അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം. അവിടെ നിശ്ചയമായ ഒന്നുണ്ട്, കർത്താവ്. ഹി ഈസ് ദ സോളിഡ് റോക്ക് ഓൺ ഹും ഐ സ്റ്റാൻഡ്. ബാക്കി എല്ലാം മുങ്ങുന്ന മണൽ പോലെ. ഇപ്പൊ ഈ ലൈഫിനെ കുറിച്ചാണ് നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നത്. സ്പിരിറ്റിനാൽ ജീവിക്കുന്നവൻ ഫ്ലഷിന്റെ തത്വങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കുന്നത്. അവന്റെ ജീവിതത്തിന്റെ തത്വങ്ങൾ തന്നെ വേറെയാണ്. പക്ഷെ ഈ സ്പിരിറ്റ് ലൈഫിലേക്ക് നമുക്കൊരു ഹ്യൂമൻ ഡിസിഷനാൽ പോകാൻ പറ്റത്തില്ല. ഒരു മാനുഷികമായ തീരുമാനമെടുത്ത് ജനിക്കാൻ പറ്റില്ല. അവിടെയാണ് ക്രൈസിസ്. അപ്പൊ ശരിക്കും വേദപുസ്തകത്തിന്റെ ഉപദേശം, അതിന്റെ മർമ്മം, രക്ഷാകരമായ സുവിശേഷത്തിന്റെ മർമ്മം, വിശ്വാസത്തിന്റെ മർമ്മം. ഇത് യോഹന്നാനും പൗലോസൊക്കെ വെളിപ്പെടുത്തുന്ന they are speaking about this one same thing. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് വെള്ളം? എങ്ങനെയാണ് കർത്താവ് ഇത് നിർവഹിക്കുന്നത് നമുക്ക് നോക്കാം. നിക്കോദെമോസ് അവനോട് കാറ്റിനെ പോലെ ജീവിക്കാൻ പറയുമ്പോൾ നിക്കോദെമോസിന് ഭയങ്കര സന്തോഷമായി. ഹി അണ്ടർസ്റ്റുഡ്. നിക്കോദെമോസ് ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് കർത്താവ്? ഞാൻ വയസ്സായി, ഒത്തിരി പില്ലേഴ്സ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ എം എ വെൽ റെക്കഗ്നൈസ്ഡ് മാൻ. എന്നെ ആളുകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഞാൻ പ്രസംഗമായിട്ട് കേരളത്തിൽ വരുമ്പോൾ ആരും എന്നെ അറിയരുതെന്നായിരുന്നു എൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹം, ഉള്ളിലുള്ള ആഗ്രഹം. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐ വിൽ ബി ഇൻവൈറ്റഡ് അക്കോർഡിംഗ് ടു പോപ്പുലാരിറ്റി. ദൈവം അയക്കുന്നിടത്തേക്ക് പോകാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ദൈവം അയക്കുന്നിടത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ കാറ്റ് പോലെയാണ്, എവിടെയും പോകാം, എങ്ങോട്ടും പോകാം. പക്ഷെ നമുക്ക് റെക്കഗ്നേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാറ്റ് പോലെ അല്ല പോകുന്നത്. നമുക്ക് ഇൻവിറ്റേഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഫ്രഷ് കൺസിഡറേഷൻ ആയിരിക്കും. ചേസ് പാസ്റ്ററെ വിളിച്ചാൽ ചിലപ്പോൾ കുറെ പ്രയോജനം ഉണ്ടാവുമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഫ്ലഷിന്റെ കൺസിഡറേഷൻസ് ഉണ്ട്. അപ്പം കാറ്റ് പോലെ അല്ല പോകുന്നത്, പില്ലറുകൾ വെച്ചാൽ. അപ്പൊ ഈ കാറ്റ് പോലെ പോകുന്നതിനകത്ത് ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷെ ആ ബ്യൂട്ടി പല സമയത്തും ഈ പില്ലറുകൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ബ്യൂട്ടി ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച് വളരെ കഷ്ടപ്പെട്ട് അത് അവസാനിപ്പിച്ചത്. നൗ ഐ എം ഫീലിംഗ് സോ മച്ച് എക്സൈറ്റഡ്. ഐ എം സ്പീക്കിംഗ് വിത്ത് ഓൾ മൈ ഹാപ്പി, ഓൾ മൈ ജോയ്. പക്ഷെ ചില സമയത്ത് I don't feel the movement of the spirit because maybe God did not want me there. അറിയില്ല. അപ്പൊ കാറ്റ് പോലെയല്ല, പലപ്പോഴും കാറ്റ് പോലെയല്ല. സോ കാറ്റ് പോലെയുള്ള ലൈഫ് എന്ന് പറയുന്നത് അത് കർത്താവിന്റെ കൈകളിൽ ഇരിക്കുന്ന ഒരു ലൈഫാണ്. ആ ലൈഫാണ് നമുക്ക് കർത്താവ് തരുന്നത്. കർത്താവ് അങ്ങനെയായിരുന്നു. ജീസസ് വാസ് ലൈക്ക് ദാറ്റ്. ഹി ലിവ്ഡ് ലൈക്ക് എ വിൻഡ്. ഹി ലിവ്ഡ് ലൈക്ക് എ വിൻഡ്. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ലിവ്ഡ് ലൈക്ക് എ വിൻഡിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്നറിയോ? പകരം മുഴുവൻ ഈ മർക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിക്കും. എല്ലാ സുവിശേഷത്തിനകത്തും കർത്താവിന്റെ ചില വെളിപ്പാടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന
ജീസസ് വാസ് ഓൾവേസ് ഓൺ ദ മൂവ്. എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നെവർ സ്റ്റോപ്സ്. എന്നിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥന, പകല് മുഴുവൻ ഉപദേശം, അത്ഭുതങ്ങൾ. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു മയക്കം, തല ചായ്ക്കാൻ സ്ഥലവുമില്ല, സമയവുമില്ല. കാറ്റ്, വിൻഡ് ലൈക്ക്, ഹൗ ഗ്ലോറിയസ്. പരാതിയുമില്ല. അപ്പൊ നിക്കോദോമസ് ചോദിക്കോ, ഇതൊക്കെ എങ്ങനെ നടക്കാനാ എന്റെ കർത്താവേ? നടക്കൂ? നമ്മുടെ ഉള്ളിൽ തോന്നിയില്ലേ, ഓ ഈ പാസ്റ്ററൊക്കെ കാറ്റ് പോലെ എങ്ങനെ ജീവിക്കാൻ? പിള്ളേര് സമ്മതിക്കും, ഭാര്യ സമ്മതിക്കും. കർത്താവ് പറയാൻ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? നിക്കോദോമസ് ചോദിക്കാം. ഇവിടെയാണ് ഈ വെള്ളം എന്താ നമുക്ക് മനസ്സിലാൻ പോവാട്ടോ. കർത്താവ് പറയാണ്, നിക്കോദോമസേ, നീ ഇസ്രായേലിന്റെ ടീച്ചറല്ലേ, എന്നിട്ട് നിനക്ക് വെള്ളം എന്താണെന്ന് മനസ്സിലായില്ലേ? ആത്മാ എന്താണെന്ന് മനസ്സിലായില്ല? ഹൗ കുഡ് യു സേ ദാറ്റ്? നീ ഒരു ടീച്ചർ ആയിരിക്കെ എങ്ങനെയാണ് നിനക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ഇത് എങ്ങനെ സംഭവിക്കുന്നുള്ളൊരു ചോദ്യം നിനക്ക് എന്നോട് എങ്ങനെ ചോദിക്കാൻ പറ്റും? നീ ഇസ്രായേലിന്റെ ടീച്ചർ അല്ലേ, ഇതൊക്കെ അല്ലായിരുന്നോ നീ പഠിപ്പിക്കേണ്ടിയിരുന്നത്? അപ്പൊ ഒരു ന്യായമായ പ്രശ്നം അവിടെ ഉണ്ട്. ഈ ഇസ്രായേലിൻ ടീച്ചർ എന്തായിരുന്നു പഠിപ്പിക്കേണ്ടിയിരുന്നത്? നമുക്കറിയാം യഹൂദന്മാര്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ യഹൂദന്മാര് വചനം അക്ഷരം വള്ളിപുള്ളി നോക്കി ഓരോ വാക്കും വ്യാഖ്യാനിക്കുന്ന ആൾക്കാരായിരുന്നു, നമ്മുടെ ഈ നാട്ടിലെ ബ്രദറുകാരെ പോലെ. പക്ഷേ അവർ ചില വാക്യങ്ങൾ അതുപോലെ വിട്ടുകളഞ്ഞു. അതായത് കാതലായത്, പഠിക്കേണ്ടത്. ഇന്നും അവര് യഹൂദന്മാര് യെശയ്യാവിന്റെ 53 കയ്യിൽ വെച്ചോണ്ട് അതിനെക്കുറിച്ച് പഠിക്കാതെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്നവനെ നോക്കാതെ, ഇന്നും ഗ്രാമർ വെച്ചും അക്ഷരങ്ങൾ വെച്ചും വചനം പഠിച്ച് മിടുക്കന്മാരായിക്കൊണ്ടിരിക്കുക. ബട്ട് ദേ ആർ മിസ്സിംഗ് ദ റിയൽ തിങ്. അത് അന്നും യഹൂദന്മാരുടെ പ്രോബ്ലം ആയിരുന്നു, ഇന്ന് നമ്മുടെയും ഒരു പ്രോബ്ലം ആണ്. കാരണം പ്രസംഗകൻ പെർഫോമർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും, കാറ്റ് പോലെ അല്ലാതെ വരുന്ന ഒരവസ്ഥ ഞാൻ പറയാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും, എന്റെ ആത്മാവ് എന്നോട് കർത്താവ് പറയാണ്, മോനെ, മകനെ, നീ അവരോട് മാനസാന്തരത്തെ കുറിച്ച് പറ. ഞാൻ തുടങ്ങി മാനസാന്തരത്തെ കുറിച്ച് പറയാൻ പോട്ടോ. അപ്പൊ എന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരുന്നു, റെക്കോർഡിങ്. ഞാൻ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞത് ഓൾറെഡി യൂട്യൂബിലുണ്ട്, അപ്പൊ ഇത് ഇവര് കേട്ട് കാണും. ഓ, അങ്ങനെയാണെങ്കിൽ ഇനി ഇത് തന്നെ യൂട്യൂബിൽ പിന്നെയും വന്ന അപ്പൊ ആൾക്കാർ വിചാരിക്കില്ല ഇയാൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഞാനിപ്പോ പുതിയ പ്രസംഗം ഉണ്ടാക്കും, എന്നാ പിന്നെ വേറെ എന്തെങ്കിലും വിഷയം. കാരണം ഇതെന്താ, we are changing it because human beings want something else. അപ്പൊ കർത്താവിന് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്നുള്ള കാര്യം പോയി. ഞാൻ എന്റെ റെപ്യൂട്ടേഷനെ നോക്കി നാളെ മിനിസ്ട്രി സക്സസ് ആകണമെങ്കിൽ ഞാൻ പുതിയ ടീച്ചിങ്സ് കൊണ്ട് ഇത് നിറയ്ക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കേൾക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ അതിനു മുൻപ് നിങ്ങൾ കേൾക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് പറയാൻ പറ്റാതെ പോകും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യം ഒന്ന് നോക്കിയേ. ഈ നിക്കോദമോസിന്റെ പ്രശ്നം അതായിരുന്നു. അവനെല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കേണ്ട ചില പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ, മെശിഹായെ കുറിച്ചും പുതിയ നിയമത്തെക്കുറിച്ചും തന്നിരുന്ന ചില വാഗ്ദത്തങ്ങൾ അവന് വിട്ടുപോയാൽ ആ വാഗ്ദത്തങ്ങളിലേക്കാണ് യേശു വിരൽ ചൂണ്ടി നിക്കോദമോസിനോട് പറയുന്നത്, മോനെ നിക്കോദമോസെ, നീ എങ്ങനെയാണ് എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ഇസ്രായേലിന്റെ ടീച്ചറായിട്ട് വരാനിരിക്കുന്ന മെശിഹായെ കുറിച്ച് എന്താ പറയാത്തത്? ആ പ്രോമിസ് അല്ലേ ഏറ്റവും വലിയ പ്രോമിസ്. അതിന് മെശിഹ വരും എന്ന് പറയുന്നതല്ലാതെ അതിന് തക്കതായ വാക്യങ്ങൾ നിന്റെ കണ്ണിൽ പെടാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളത് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ, അടുത്ത വാക്യത്തിൽ നോക്കിയ ഒരു ഞങ്ങളുണ്ട്. ഞങ്ങൾ അറിയുന്നതിനെ സാക്ഷിക്കും. ഞങ്ങള് പറയുന്നവരല്ലല്ലോ നീ പഠിപ്പിക്കുന്നതെന്നാ. ഈ ഞങ്ങളാരാ? യേശു ശിഷ്യന്മാരാണോ? അല്ല. ശിഷ്യന്മാർ പ്രസംഗിച്ച് തുടങ്ങിയില്ലല്ലോ, അന്നേരം തുടങ്ങിയില്ല. പിന്നെ ആരായി ഞങ്ങള്? അമ്മ ഞങ്ങൾ ആരാന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാമേ. 5 മിനിറ്റ് അല്ല, ചിലപ്പോൾ ഇത്തിരി പോയിരിക്കും. അതിനു മുമ്പ് നമുക്ക് അതിനു മുമ്പുള്ള കാര്യം സെറ്റിൽ ചെയ്യാം.
നീ ഇത് അറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ജീസസ് ഈസ് ടേക്കിംഗ് ഹിം ടു ആൻ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ്. ഈ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് ഏതാണെന്നറിയോ? എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം 25-ാം വാക്യം. 25-ഉം 26-ഉം 27-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ വായിക്കുന്നതാണ് നല്ലത്, കാരണം നിർത്തി എനിക്ക് ആവശ്യമുള്ള പോലെ വായിക്കാറുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എടുത്തോട്ടെ. എസെക്കിയേൽ 36-ന്റെ-25. വെള്ളം എന്താ, ആത്മാവ് എന്താന്ന് ഇപ്പൊ കർത്താവ് തന്നെ നമ്മളോട് സംസാരിക്കും, പ്രവാചകൻ തന്നെ. പ്രോമിസ് ആണ് അബൌട്ട് ദ ന്യൂ കവനന്റ്. പുതിയ നിയമത്തെ കുറിച്ചുള്ള കവനന്റ് ആണ്, പ്രോമിസ് ആണ്. 25, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. എന്താ പറഞ്ഞേ? ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ ഓൺ യു. അപ്പൊ ദൈവം ചെയ്യുന്ന കേട്ടോ. സ്നാനം നമ്മുടെ ഇനിഷ്യേറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ദൈവം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. എന്താ ഇനിഷ്യേറ്റീവ്? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ ഓൺ യു. ഓക്കെ, എന്തിനാ തളിക്കുന്നത്? കർത്താവ് എന്തിനാ നമ്മുടെ മേൽ വെള്ളം തളിക്കുന്നത്? അടുത്ത വാക്യം, നിങ്ങൾ നിർമ്മലരായി തീരും. യു വിൽ ബി ക്ലെൻസ്ഡ്, യു വിൽ ബിക്കം ക്ലീൻ. എങ്ങനെ ക്ലീൻ ആയി മാറും? അടുത്ത വാക്യം, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഐ വിൽ മേക്ക് യു ക്ലീൻ. വാട്ടർ കൊണ്ടാ. അപ്പൊ നമ്മൾ പോയി മുങ്ങുന്നതല്ല, കർത്താവ് നമ്മുടെ മേൽ തളിക്കുന്നത്. ദാറ്റ്സ് എ സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടർ, നോട്ട് ഇമേർഷൻ. നോട്ട് ഇമേർഷൻ. ഓക്കെ, ഒരു മിനിറ്റ്, അടുത്ത വാക്യം, ഞാൻ പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാണ്. കണ്ടോ? അടുത്തത്, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി, മാംസമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ ദൈവം എന്തെല്ലാം അവിടെ ചെയ്യുന്നു? ഒന്ന്, നമ്മളെ കഴുകുന്നു. മറ്റൊന്ന്, നമ്മുടെ ഉള്ളിൽ പുതിയൊരു ആത്മാവിനെ നൽകി കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസമായൊരു ഹൃദയം നമുക്ക് തരും. അപ്പൊ പുതിയ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് സംഭവിക്കുന്നത്? മാംസമായൊരു ഹൃദയം ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സെൻസിറ്റീവ് ആയൊരു ഹൃദയം ഉണ്ടാകുന്നു. അത് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കല്ലായുള്ള ഹൃദയവും അതിന്റെ മലിനതയും കർത്താവ് നമ്മളിൽ നിന്ന് വാഷിംഗ് ഓഫ് റീജനറേഷൻ വഴി, അതായത് അവന്റെ കഴുകൽ വഴി എന്റെ ഉള്ളിൽ നിന്ന് ഈ പഴയതിനെ നീക്കിക്കളയും. ഇതേ വാക്യം നമ്മൾ പുതിയ നിയമത്തിൽ സാക്ഷിയുണ്ട്. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലെ 5-ാം വാക്യം. 5ഉം 6ഉം വാക്യങ്ങൾ. 6-ാം വാക്യത്തിലാന്ന് തോന്നുന്നു മലയാളത്തില്. ഞാനൊരു നിമിഷം അത് ഒഴിഞ്ഞെടുക്കാം. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. 6-ാം വാക്യം മതി. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട്. ഈ പുനർജനന സ്നാനം എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിക്കേ, സ്നാനം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അത് സ്നാനമല്ല, പിന്നെ എന്താണെന്നറിയാമോ? വാഷിംഗ് ഓഫ് റീജനറേഷൻ ആണ്. ഇംഗ്ലീഷിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. എല്ലാ വേർഷൻസിലും അങ്ങനെയാണ്. വാഷിംഗ് ഓഫ് റീജനറേഷൻ, അതായത് നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടിയുള്ള കഴുകൽ. ക്ലെൻസിങ് ഫോർ അവർ റീജനറേഷൻ, നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവിലുള്ള വാഷിംഗ് പ്രോസസ്. എന്നിട്ട് എന്താ ചെയ്യുന്നൊക്കെ? ആത്മാവിൽ നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, വാഷിംഗ് ആൻഡ് സ്പിരിറ്റ്. വെള്ളം, ആത്മാവ്. ഈ വെള്ളം എന്ന് പറയുന്ന കർത്താവ് നമ്മുടെ മേൽ തളിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ വേണ്ടിയാണ്. അതായത് നമ്മളിൽ നിന്നുള്ള സകല മലിനതയും
വിഗ്രഹങ്ങളും നീക്കി കല്ലായുള്ള ഹൃദയത്തെ എടുത്തു മാറ്റാൻ വേണ്ടിയാണ്. ഞാൻ ഇത് പറയുമ്പോൾ വീണ്ടും ജനിക്കാത്തതിന്റെ ഒരു പ്രോബ്ലം ഇന്നത്തെ സഭയിലുള്ളത് ഞാൻ എന്താന്ന് പറയാം. ഓക്കെ, ഞാനിത് കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മുടെ തേഴ്സ്ഡേ മീറ്റിങ്ങിന് മറ്റോ ഞാൻ വന്നപ്പോൾ ഇത് സംസാരിച്ചു. എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട്, എങ്കിൽ ഞാനതൊന്ന് റിമൈൻഡ് ചെയ്യാം. ഈ കല്ലായുള്ള ഹൃദയം എങ്ങനെയാ? നമ്മുടെ ഒരു കല്ലായ ഹൃദയത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഞായറാഴ്ച ആരാധനയ്ക്ക് കൂടി വരുന്നു. അപ്പൊ ഒരാൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. കർത്താവെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ കഴിഞ്ഞ ആഴ്ച തൊട്ട കാലം മുഴുവൻ ഞങ്ങളെ അങ്ങ് ക്ഷേമമായി പരിപാലിച്ച് ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിന് പുറകെ അന്നേരത്തേനും വർഷിപ്പ് ലീഡേഴ്സ് എല്ലാം കൂടെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ. പിന്നെ ചിലർ പറയും, ചില മീറ്റിംഗ് പറയും ഈ വർഷം മുഴുവൻ ഞങ്ങളെ കാണ്ടൃതി മീറ്റിംഗ് ആയിരിക്കും. ഈ മാസം മുഴുവൻ എന്ന് പറയണമെങ്കിൽ അത് മാസാവസാന മീറ്റിംഗ് ആയിരിക്കും. ഇന്ന് രാത്രി പറയും ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ കാത്തെന്ന് പറയും. അതൊക്കെ ശരിയാണ്, നല്ല കാര്യമാണ്, അതൊക്കെ ശരിയാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ മിടുക്കരായ ആൾക്കാർ പറയും ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നത് നീയാണ്. എത്രത്തോളം കൊണ്ടുവന്നറിയോ? ഒന്ന് പറയാമോ? എത്രത്തോളം കൊണ്ടുവന്നേ? ഒന്നുമില്ലാതെ തേരാപ്പാര നടന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇത്രയുമുള്ളൊരവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവെ, ഇത് ഓർത്താൽ ഞങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. വർഷിപ്പ് ചെയ്യിപ്പിക്കുന്ന അങ്ങനെയാ. കർത്താവ് പറയുവാ, മക്കളെ നിനക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ച ഓർമ്മയുണ്ടോ? നിനക്ക് കാറും വീടും തരാൻ വേണ്ടി ഞാൻ ഒട്ടും കഷ്ടപ്പെട്ടില്ല. ഒരു കൽപ്പനയോട് നിനക്ക് അതൊക്കെ കിട്ടാൻ പറ്റുമായിരുന്നു, ജോലി എന്തും. പക്ഷെ നിനക്ക് ജീവൻ തരാൻ വേണ്ടി ഞാൻ ക്രൂശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത് നിന്റെ കല്ലായ ഹൃദയത്തിന് ഓർമ്മയുണ്ടോ? അത്രയും സ്വർഗത്തിലേക്ക് നിന്നെ നടത്തിയിട്ട് നീ അത് നിന്റെ ഓർമ്മയിൽ പോലും വരാതെ നീ നന്ദി പറയുമ്പോ എല്ലാം ഈ നശിച്ചു പോകുന്ന ലോകത്തിലെ ഏതാനും നടത്തിപ്പുകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ ആലോചിച്ച് നോക്കി, ഇവിടുന്ന് പോരാൻ നിനക്ക് പദ്ധതിയൊന്നും ഇല്ലേ? എന്തൊരു കഠിന ഹൃദയമാണ് കർത്താവിന്റെ ക്രൂശുമരണത്തെ ഓർക്കാത്ത ഹൃദയം. ആ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച അവന്റെ ജീവനെ ഓർക്കാത്ത ഹൃദയം കല്ലല്ലേ? When our Lord is broken on the cross, his body is shred into pieces, and when people stand around him and ridicule him, നമ്മൾ അതിനകത്ത് നിന്ന് മാന്യത കിട്ടുന്ന ആ അങ്കി പകത്തെടുത്തോണ്ട് സ്റ്റാൻഡ് വിടുന്ന അവസ്ഥ. Is that not hard heart? സ്റ്റോണി ഹാർട്ടിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ പാട്ട് കണ്ടാലോ ആളറിയില്ല. എനിക്ക് ഈ പാട്ടുകൾ പാടാൻ ഒരു പിടിയില്ല കേട്ടോ. അത് പാടാൻ ഇത്തിരി പാടുള്ള പാട്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പാടാനും വലിയ താല്പര്യമില്ല. അതിനകത്ത് ഈ പുറം ഒഴിവുചാല് പോലെ കീറുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സെന്റിമെന്റ്സ് ഉണ്ടാവും നാച്ചുറലി. അപ്പം നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി ദയവായിട്ട് കരയേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയെ. ഈ ഞായറാഴ്ചകളിൽ കർത്തൃമേശ എടുക്കാൻ നേരത്ത് അവന്റെ മരണത്തെ പ്രസ്താവിക്കുക ഓർക്ക്, പക്ഷെ യേശുവിനെ ചൊല്ലി കരഞ്ഞു നിർത്ത്. എന്നിട്ട് നമ്മളെ ചൊല്ലി ഒന്ന് കരഞ്ഞു നോക്കി, നമ്മൾ നന്നാവും. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് പുറം ഒഴിവുചാല പോലെ കീറുന്നു പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, അത് എന്നെ മാന്യനാക്കാൻ. എനിക്ക് അത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റാത്തത്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ചിട്ട് ഞാൻ എന്റെ താഴെ നിന്നുകൊണ്ട് പറയാണ്, എന്നെ മാന്യനാക്കിയ ദൈവം. എങ്ങനെ മാന്യനാക്കിയെന്നറിയാം? കർത്താവിന്റെ നിന്ദ ചുമക്കാൻ വേണ്ടി പാളയത്തിന് പുറത്തു പോകേണ്ട ഞാൻ പാളയത്തിന് പുറത്തു പോകാതെ യേശുവിന്റെ അങ്കി ചീട്ടിട്ടെടുത്ത പട്ടാളക്കാരനെ പോലെ നല്ല അങ്കി ഇട്ട് മിടുക്കനായിട്ട് നടന്നിട്ട് പറയാണ്, യേശു മരിച്ചോണ്ട് എനിക്ക് കുറച്ച് ലാഭം ഉണ്ടായിരുന്നു. കഠിന ഹൃദയമല്ലേ? നമുക്കായിട്ട് അവൻ തകർക്കപ്പെടുന്ന കാണാത്ത ഹൃദയം ഇന്ന് വളർന്നു വരുന്ന ആ ഹൃദയമാണ് ഇന്ന് സഭയുടെ ടോട്ടൽ കോൺഷ്യൻസ്. ഇന്നത്തെ ചർച്ചകളുടെ സാമൂഹ്യ മനസാക്ഷി, സഭാ മനസാക്ഷി യേശുവിനെതിരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കോ. അന്ത്യകാലത്ത് വിശ്വാസം ത്യജിക്കുന്ന വലിയൊരു സമൂഹത്തിൽ ആ സമൂഹത്തിന്റെ മനസാക്ഷി കർത്താവിന്റെ ഈ കാറ്റ് പോലെയുള്ള ജീവിതത്തിനെതിരാണ്, ആത്മിക ജീവിതത്തിന് അതിനെതിരാണ്. അത് പ്രാക്ടിക്കൽ അല്ല. ഫെയ്ത്ത് ലൈഫ് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പാടില്ല. പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ടാണ് അതിനെ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മാൻ ബട്ട് ഇറ്റ് ഇസ് പോസിബിൾ ഫോർ ഗോഡ്. സാൽവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ വീണ്ടും ജനിക്കുന്നതിനകത്തെ ഒരു പ്രധാന എലമെന്റ് എന്ന് പറയുന്നത് ഈ പഴയ ലൈഫ്. ഞാനിത് കുറച്ചുകൂടി ഇല്ലസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് എന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് ഓൾവേസ് ലിമിറ്റഡ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണമെങ്കിൽ ഇത് വീട്ടിൽ പോയി ഒന്ന് ഈ വാക്യം ഒന്നുകൂടെ വായിക്കണം. ഈ
യോഹന്നാൻ 3, ഒരു തിത്തോസ്, എസെക്കിയേൽ, ഇതൊക്കെ ഒന്നുകൂടെ വായിച്ചാണ്. ഓക്കെ, നിക്കോദെമോസിന്റെ പ്രോബ്ലം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് കർത്താവിനോട് ഒന്നുകൂടെ ജനിക്കാൻ പറഞ്ഞത്? ഇത് പോരാ, ഒന്നും കൂടെ വാ, ജനിച്ചിട്ട് വാ. അതിന്റെ കാരണം എന്താണെന്നറിയാം? ഈ പിള്ളേർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് മറക്കാൻ, അല്ലെ? ഏതാ എളുപ്പം? പഠിക്കുന്നതാണ് എളുപ്പം, മറക്കാനാണ് എളുപ്പം? മറക്കാനല്ലേ എളുപ്പം? പഠിക്കാൻ ഭയങ്കര പാടല്ലേ? അല്ലെ പിള്ളേരെ, സഹോദരങ്ങളെ, മക്കളെ? പക്ഷെ എല്ലായ്പ്പോഴും ഇത് ശരിയല്ല. ഈ ബാലപാഠങ്ങൾ, നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്ന ബാലപാഠങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. എഞ്ചുവടി ഓർമ്മയുണ്ടോ? പഴയ എഞ്ചുവടി. നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. അതിനകത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 5ഉം 9ഉം, അല്ല 5ഉം 2ഉം 7, 2ഉം 2ഉം 4. മറന്നേ? ഒന്ന് മറന്നേ? പറ്റില്ല. നാളത്തേക്ക് മറന്നിട്ട് വരാമോ? പറ്റില്ല. പഠിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ പഠിച്ചിട്ട് വരാം, മറന്നിട്ട് വരാമെന്ന് വെച്ചാൽ പറ്റില്ല. ഇപ്പൊ പഠിക്കുന്നതിനേക്കാളും പാടാണ് എന്ത്? മറക്കുന്നത്, അല്ലെ? പഠിക്കുന്നതിനേക്കാളും പാടാണ് മറക്കുന്നത്. ഈ അരിത്മെറ്റിക്സിന്റെ പാഠങ്ങളൊന്നും നമ്മൾ മറന്നാലും കുഴപ്പമില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ കയറാൻ തടസ്സം എന്താണെന്നറിയോ? നമ്മൾ ഈ ലോകത്തുനിന്ന് പഠിച്ച ചില പാഠങ്ങളാണ്. ആ പാഠങ്ങളാണ് കാറ്റുപോലെ ആകുന്നത് നമ്മളെ തടയുന്നത്. ഈ പാഠങ്ങൾ നമ്മളിൽ ആഴ്ന്നിറങ്ങിയെടുത്തിരിക്കുന്നതോളം കാലം നമുക്ക് ആത്മാവിൽ ജനിക്കാം, ആത്മാവിൽ ജീവിക്കാനോ പറ്റില്ല. എന്നാലും ഇത് നമുക്ക് മറക്കാനും പറ്റില്ല. ഇപ്പൊ നമ്മൾ മറക്കാത്ത ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, പണമില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ബ്രദർ? ലോകത്തിന്റെ ആദ്യ പാഠം ഒന്ന് മറന്നേ. തലയിൽ വല്ല തേങ്ങയും വേണം മറക്കണേ. വിദ്യാഭ്യാസമാണ് സർവധനാൽ പ്രധാനം. ആ, എവിടുന്ന് പഠിച്ചതാ? മറന്നേ. അടുത്ത്, ഇത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, നിങ്ങളും കൂടെ കേട്ടോ. കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്ക്, ബ്രദറെ, അതാത് ജാതിയിൽ നിന്ന് കെട്ടിയാലേ ശരിയാവുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഈ വിവാഹം എന്ന് പറയുന്നേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. അല്ലേ? ഞാൻ അങ്ങനെയാണല്ലോ വിചാരിച്ചിരുന്നത്. അല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതെവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക്? ബൈബിളിൽ എന്താ പറയുന്നത്? പുരുഷൻ സ്ത്രീയോട് എങ്ങനെ പറ്റിച്ചേരുന്ന? അത് അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവരെ അനാഥാലയത്തിൽ വിട്ടിട്ട് പറ്റിച്ചേരുന്നല്ല, അവരെ സ്നേഹിച്ചുകൊണ്ട് തന്നെ, എന്നാൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും തന്നെ അവന്റെ പറ്റിച്ചേരൽ അവന്റെ ഭാര്യയോടോ, അവരുടെ കൂട്ടായ്മ അത്. അല്ലാതെ ആ വീട്ടിലെ അമ്മായിപ്പനും അമ്മായിമ്മയും ഈ വീട്ടിലെ അമ്മായിപ്പനും അമ്മായിമ്മയോട് ഒന്നിച്ചിരുന്ന് പിടിയും കോഴിയും കഴിക്കുന്നതല്ല കല്യാണം. സ്ത്രീയോട് എന്താ പറയുന്നത്? നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും മറക്കും, നിങ്ങളൊന്നാ ഒരു ശരീരമാകും. എന്നിട്ട് കർത്താവ് തന്നെ മധ്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു യൂണിറ്റി കൊണ്ടുവരും. അതാണ് ശരിക്കും കർത്താവിന്റെ യൂണിറ്റി. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് വിവാഹം എന്ന് പറഞ്ഞൊരു സോഷ്യൽ സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് അതാത് ജാതിയിൽ നിന്നുള്ള ആളെ, അതാത് മതത്തിൽ നിന്നുള്ള ആളെ വേണം. എവിടെ നിന്ന് കിട്ടിയ പാഠമോ? ദൈവരാജ്യത്തിന് നമ്മൾ സബ്മിറ്റഡ് ആവുകയാണെങ്കിൽ ഈ പാഠങ്ങൾ മറക്കണ്ടേ? ദൈവത്തിന്റെ രാജ്യത്വത്തിന് നമ്മൾ കീഴടങ്ങിയാൽ ഇത് വല്ലതും നമുക്ക് പറയാൻ പറ്റുമോ? കാറ്റുപോലെ ആയി പോലെ പിടുത്തം വിട്ടു പോവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പിടുത്തം വിട്ടു പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. വിട്ടു പോയാൽ മതിയായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് കർത്താവിന്റെ കർത്തൃത്വത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് 2 വർഷത്തിന് ശേഷമാണ് പെന്തക്കോസ്ത് ചെയ്യുന്നത്. അപ്പൊ എന്നോട് എന്നെ ഉപദേശിച്ച ആൾക്കാർ പറഞ്ഞു തരുമായിരുന്നു, യേശു കർത്താവായി കഴിഞ്ഞാൽ പറയാം എന്താ അർത്ഥം എന്നറിയോ? എന്താ അർത്ഥം? പിന്നെ നിനക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന്, എന്തെല്ലാം വേണമെന്നൊക്കെ നീയല്ല, ദൈവമാണ് തീരുമാനിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ രാജ്യം. അപ്പൊ അങ്ങനെയല്ലേ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പൊ എന്റെ ഉള്ളിലൊരു പേടിയുണ്ട്, ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് അനുവദിക്കാതെ സുവിശേഷത്തിലേക്ക് വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യും?
പോയല്ലേ പറ്റൂ, രാജാവല്ലേ, കാറ്റുപോലായി പോവും. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് പറയാണ് ഒരു ദിവസം എന്റെ അമ്മയോട്, ഇനി അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷവേദിക്ക് വിചാരിച്ചോ. മനസ്സിലായി കാറ്റ് എന്താണ്? കർത്താവ് അങ്ങനെ വിളിച്ചില്ല. ദൈവത്തിന്റെ കൃപയാൽ എന്ന് വേണേ പറയാം, അറിയില്ല, അത് അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ. വിളിച്ചില്ല. നമ്മുടെ തത്വങ്ങൾ ഉള്ളിടത്തോളം കാലം, നമുക്ക് നമ്മുടെ തത്വങ്ങൾ, ജീവിത പ്രിൻസിപ്പിൾസ് ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ രാജ്യത്തിന് കീഴടങ്ങാൻ പറ്റില്ല, ദൈവരാജ്യം കാണാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്നത്, നീ മരിക്കണം, പഴയതിനോട് മരിക്കണം. യു ഹാവ് ടു ബി ക്ലെൻസ്ഡ് ആൻഡ് ബി ബോൺ വൺസ് അഗെയിൻ ഇൻ ദ സ്പിരിറ്റ്. ഒന്നുകൂടെ നിങ്ങൾ ആത്മാവിൽ ജനിക്കണം. യു ഹാവ് ടു അണ്ടർഗോ എ വാഷിംഗ് ഓഫ് റീജനറേഷൻ. യു ആർ നോട്ട് ക്ലീൻ. നീ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നില്ലേ, യു ആർ നോട്ട് ക്ലീൻ. ഓ, എന്തൊരു ഷാർപ്പായിരിക്കും കർത്താവ് പറഞ്ഞപ്പോ. നിക്കോദെമോസ് വിഷമിച്ചു കാണാം. എങ്ങനെ പറയാൻ പറ്റി കർത്താവിന് അത്രയും പാവമായ ഒരു നീതിമാന്റെ മുഖത്ത് നോക്കി നീ ക്ലീൻ അല്ലെന്നു, നീ കഴുകൽ പ്രാപിക്കണോ എന്ന് പറയേണ്ടി വരുമ്പോൾ അവന്റെ തകർന്നു. കർത്താവ് ഞങ്ങളെന്ന് പറഞ്ഞ് എന്തിനാണെന്നറിയോ, ഈ കഴുകലിനെ കുറിച്ച് ഒരാളുടെ പ്രസംഗിച്ചോണ്ടിരിപ്പുണ്ട്, യോഹന്നാൻ പറഞ്ഞുകൊണ്ടായി പറയുന്നതെന്നാ കർത്താവ് പറയുന്നത്. നീ അവിടം വിട്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്ത് കാണാമെന്ന് വിചാരിച്ചത്? യു ഹാവ് ടു മാനസാന്തരപ്പെടണം. പക്ഷെ യോഹന്നാന്റെ മാനസാന്തരം അല്ല കർത്താവ് ഇവിടെ പറയുന്നത് വാഷിംഗ്. യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് മാനസാന്തരത്തിലേക്കുള്ള ഞാൻ തീരുമാനം എടുക്കുന്നത്. ഐ റിപ്പന്റ് ആൻഡ് ഗോ ബാപ്റ്റിസം. ദാറ്റ്സ് മൈ വർക്ക്. പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല. കർത്താവ് പറയുന്നത് ഗോഡ്സ് വർക്ക്. ഹീ സ്പ്രിങ്കിൾസ് വാട്ടർ ഓൺ us to clean us. അവൻ നമ്മളെ കഴുകി മുറ്റും വെടിപ്പാക്കി പുതിയൊരു ആത്മാവിനെ എന്റെ ഉള്ളിൽ തരുന്നു. അത് ഈയോ പറയുന്നവരോടും അല്ല, ദാവീദ് പറഞ്ഞിട്ടുണ്ടോ, ഈ സോപ്പ് കൊണ്ട് തന്നെ കഴുകണം, എന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കി കഴുകണമേ, പുതുതാക്കണം. വാഷിംഗ്. ഇത് ഈ ഇസ്രായേലിന്റെ ടീച്ചറായ നിക്കോദെമോസിന് എങ്ങനെ അറിയാൻ പറ്റാതെ പോയത്? ഞാൻ ശുദ്ധിയാകേണ്ടതിന് എന്നെ കഴുകണമേ, ഈ സോപ്പ് കൊണ്ട് തന്നെ നിർമ്മലനാക്കി നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണം. ദാവീദിന് അപ്പോ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു അനുഭവം? പുതിയ ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്സ് റീബർത്ത്? നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ ജീവൻ സ്വീകരിക്കുന്നത്? ഹൗ വി റിസീവ് ഹിസ് ലൈഫ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനം എടുക്കാൻ പറ്റില്ല, നന്നാവാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ജീവൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അനുസരിക്കാൻ പറ്റില്ല, കർത്താവിന് മക്കളാൻ പറ്റില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, ദൈവരാജ്യം കാണാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക്. എന്തെങ്കിലും നമ്മുടെ ബുദ്ധി ആലോചിച്ച് നോക്കി. ധനവാനായ മനുഷ്യൻ യേശുവിന്റെ അടുത്ത് വന്നു. അവൻ പറഞ്ഞു, എനിക്ക് ദൈവരാജ്യത്തിൽ പോകണം, അതാണ് ആഗ്രഹം. ഇപ്പം കർത്താവ് പറഞ്ഞു, നീ നല്ലവനാകാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നീ കൽപ്പനകൾ അനുസരിക്കാം. അപ്പം പറഞ്ഞു, ഞാൻ ചെറുപ്പം തൊട്ട് അനുസരിച്ച് വരുന്ന കൽപ്പനകൾ. ഉടനെ കർത്താവ് മാങ്ങാണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചു. മാങ്ങപ്പഴെല്ലാം നുണഞ്ഞു കഴിച്ചോണ്ടിരുന്നവനാണ്. മാങ്ങാണ്ടി എടുത്ത് മുമ്പിലോട്ട് വെച്ച് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുകരിച്ചു. മാങ്ങാണ്ടി കഴിച്ചിട്ട് പൊട്ടിയില്ല. അവൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താണ്? ധനവാൻ ദൈവരാജ്യത്തിലൂടെ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയോട് കിടക്കുന്നു. നമ്മൾ വ്യാഖ്യാനിക്കാൻ നമ്മുടെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, സൂചിക്കുഴ എന്ന പേരുള്ള ഒരു ഗോപുരം യെരൂശലേം ദേവാലയത്തിനുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒട്ടകങ്ങൾ പോകുന്ന കാര്യമാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ആണോ? അല്ല. അങ്ങനെ ഒരു വാതിലും അവിടെ ഇല്ല, അതിലോട്ട് ഒട്ടകങ്ങൾ പോകാറുമില്ല. നമ്മൾ ഈ വാതിൽ അവിടെ ഉണ്ടാക്കിയതാണ്. കാരണം എന്താണ്? കർത്താവ് പറഞ്ഞത് വെച്ച് നോക്കിയാൽ നമ്മുടെ സഭയില് വിലയേറിയ ആത്മാക്കളൊന്നും വരികയില്ല. അതുകൊണ്ട് നമ്മൾ ഈ സൂചിക്കുഴ വലുതാക്കി ആനകളെ കൂടെ കടത്തിവിടാവുന്ന രീതിയിൽ വലുതാക്കിയെങ്കിൽ ഇന്നത്തെ കാലത്ത് സഭകൾ നടന്നു പോകുള്ളൂ. അതുകൊണ്ട് സൂചിക്കുഴ എന്ന് പറഞ്ഞൊരു ഇത് വില്യം ബാർക്ലെ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ആളായിരുന്നു, ബ്രിട്ടീഷുകാരനായിരുന്നു, മരിച്ചു എന്ന് തോന്നുന്നു. അയാളുടെ കമന്ററീസ്, വില്യം ബാർക്ലേസ് കമന്ററി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചോ, തുറന്നു നോക്കണ്ട. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ വില്യം ബാർക്ലെ കന്യാമറിയാമിന്റെ കന്യകാജനനത്തിലൊന്നും, യേശുവിന്റെ കന്യകാജനനത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അത് പോട്ടെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സീരിയസ് കാര്യമാണ്. എങ്കിലും എന്തെങ്കിലും ആയിപ്പോട്ടെ. പുള്ളിയുടെ കമന്ററി വായിച്ചാൽ നമുക്ക് പുതിയൊരു ബൈബിൾ എഴുതുന്നത് തോന്നും. എല്ലാം പശ്ചാത്തല പഠനം. അതൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് ഉടയതമ്പരാൻ അറിയാം. ഇങ്ങനെ ഒരു ക്യാമലിന്റെ ഒരു ഡോറ് വെച്ചിട്ട് അവിടെ ഈ ഒട്ടകങ്ങളെ, ആനകളെയും തിമിംഗലത്തെ എല്ലാം നമ്മൾ ഇതിനകത്ത് കയറ്റി. പക്ഷെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ കർത്താവ് സൂചിക്കുഴയിലൂടെ ഒട്ടകം കയറുന്ന പോലെയാണോ ധനവാൻ ദൈവരാജ്യത്തിൽ പോകുന്നത്?
അപ്പൊ രക്ഷിക്കപ്പെടാൻ ആർക്ക് പറ്റും? ചോദ്യം കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? കർത്താവ് പറയാ പറ്റില്ല, മനുഷ്യരാൽ അത് അസാധ്യം. ഇതാണ് ഗോസ്പൽ. മാൻ കനോട്ട് ഡു ഇറ്റ്, ബട്ട് ഗോഡ് ക്യാൻ. അവന് പറ്റും. ഒട്ടകത്തെ സൂര്യക്കുഴലെ വലിച്ചെടുക്കാനല്ല, എന്ത് ചെയ്യാനും ദൈവത്തിന് പറ്റും. ഒൺലി ഗോഡ് ക്യാൻ. അതുകൊണ്ട് രക്ഷ മനുഷ്യരുടെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ നിസ്സഹായരായോ? എത്ര പേര് നിസ്സഹായരായി? നിസ്സഹായരായെങ്കിൽ മാത്രം നമ്മൾ രക്ഷപ്പെടുള്ളൂ. കാരണം the Lord opens his door only to the broken hearted. അതാണ് കർത്താവ് വന്നപ്പോ സംഭവിച്ചത്. പരീശന്മാര് കുറച്ചനുസരിച്ചിരുന്നവരും കുറച്ച് നീതിമാന്മാരെന്ന് വിചാരിച്ചിരുന്നവരും ബാക്കിയുടെ നന്നാകാൻ വേണ്ടി ഓടിയവരെല്ലാം പിന്തള്ളപ്പെട്ടു പോയി. അയ്യോ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, പാപിയായ എന്നോട് കരഞ്ഞുണ്ടാകണം എന്ന് വിളിച്ചു പറഞ്ഞവരെല്ലാം രക്ഷപ്പെട്ടു. കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കാൻ അവൻ ശക്തനാണ്, ധനവാനാണ്. അതാ പറഞ്ഞു. അപ്പൊ നമ്മൾ സുവിശേഷത്തിന്റെ പ്രസംഗം കേട്ട് തീരുമാനമെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അലറി കരയുക. കർത്താവേ, നിന്റെ ജീവൻ, കാറ്റ് പോലുള്ള ജീവൻ എന്റെ ജഡത്തിലേക്ക് നോക്കിയാൽ എനിക്കത് അസാധ്യമാണ്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ നിനക്ക് എന്നെ അത് സന്തോഷത്തോടെ ബലമായി അത് പിടിച്ചെടുക്കാവുന്ന ആ വീണ്ടും ജന അനുഭവത്തിലേക്ക് എന്നെ നടത്താൻ നിനക്ക് പറ്റും. നിനക്കേ പറ്റുള്ളൂ. യു ക്യാൻ ഡു ഇറ്റ്. അതാണ് ഫെയ്ത്ത്. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് എന്റെ തീരുമാനമാണ്. തീരുമാനമല്ല നമ്മളെ രക്ഷിക്കുന്നത്. ദൈവമേ, നീ ഇത് ചെയ്യും എന്നുള്ള ഫെയ്ത്ത് ആണ് എന്നെ രക്ഷിക്കുന്നത്. ഫെയ്ത്ത് മീൻസ് ഐ ആം ലുക്കിംഗ് അവേ ഫ്രം മീ ടു ദ ലോർഡ്. കർത്താവെങ്കിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ, ഈ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കിട്ടുന്നതെന്നും കൂടെ നോക്കാം. 4 minutes, ഏറ്റവും കൂടിയ 1.5 മണിക്കൂർ എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. കൂടി വന്നേക്കോ ഇപ്പോ 4 മിനിറ്റ് ഉണ്ട്. ഓക്കെ, നിർത്താൻ ഭയങ്കര പാടാണ്, അതായി പ്രശ്നം. എന്നാൽ ഞാൻ സമയത്ത് നിർത്താൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. ഈ ജീവനെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു വാക്യത്തോട് വിശദീകരിക്കാനിരുന്നത്, പക്ഷെ അത് എല്ലാ വാക്യങ്ങളും ഇത് തന്നെയാണ്, ബൈബിൾ മുഴുവൻ ഇത്. പക്ഷെ അത് കുറച്ചുകൂടെ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വാക്യം എടുക്കും. യോഹന്നാൻ 10 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരും. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പലർക്കും പലതും കൊടുക്കുന്നുണ്ടല്ലോ. എങ്ങനെ കൊടുക്കുന്നത്? 100 രൂപ കയ്യിലുണ്ട്, 10 രൂപ എടുത്ത് കൊടുക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് കൊടുക്കാവുന്ന കാര്യങ്ങളെ കൊടുക്കുന്നത്. കർത്താവ് അങ്ങനല്ല ജീവൻ വെച്ചത്. കർത്താവ് ഗോതമ്പ് മണി നിരത്തി വീഴുന്ന പോലെ വീണ നമുക്ക് ജീവൻ തന്നത്. അപ്പൊ പെയിൻഫുൾ ആയിരുന്നു, ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അപ്പൊ അവന്റെ കയ്യിലുള്ളത് അവൻ നിരത്തി വെക്കുമായിരുന്നു. ലേയിങ് ഡൗൺ ഹിസ് ലൈഫ്. അത് അവൻ നമുക്ക് അവന്റെ ബാക്കിയിൽ നിന്ന് കുറച്ചെടുത്ത് തരുമായിരുന്നില്ല. ദ വെരി ലൈഫ് ദാറ്റ് ഹി ലിവ്ഡ്, അവൻ ജീവിച്ച അതേ ജീവൻ അവന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിലേക്ക് തരുമായിരുന്നു. അത് അങ്ങനെ നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നത്. കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവന്റെ ജീവനെ സ്വീകരിക്കുക എന്നാണ്. സോ ദാറ്റ് ഇനി ഞാനല്ല ജീവിക്കുന്നത്, അവനാണ് ജീവിക്കുന്നത്. ഹിസ് ലൈഫ് ദാറ്റ് വി ആർ റിസീവിങ്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത്. പുത്രന്റെ ജീവൻ നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത്. നമ്മളെങ്ങനെ മനുഷ്യരുടെ മക്കളായത്? മനുഷ്യ ജീവൻ നമ്മളിലേക്ക് വന്നപ്പോഴല്ലേ? നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ജീവനെ സ്വീകരിച്ചപ്പോഴാണ്. അതുപോലെ നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ മക്കളാകുന്നത്? പുത്രന്റെ ജീവൻ സ്വീകരിച്ചുകൊണ്ടാണ്. അങ്ങനെ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഹി ഗീവ്സ് ഹിസ് ലൈഫ് ടു us. ഹി ഡൈസ്. അവന്റെ ആത്മാവ് നമ്മിലേക്ക് വന്നിട്ട് നമുക്ക് പുത്രന്റെ ജീവൻ നമ്മളിൽ ഉരുവാക്കും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അകത്തെ മനുഷ്യൻ യേശുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അവന്റെ ജീവനാണ്. അതാ വീണ്ടും ജനിച്ചവൻ. വീണ്ടും ജനിച്ചവൻ എന്ന് പറയുന്നത് ക്രിസ്തു ജീവിക്കുന്നവനാണ്. ക്രിസ്തു ആണ് അവനിൽ ജീവിക്കുന്നത്. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രമേ യേശുവിന്റെ ജീവൻ ജീവിക്കാൻ പറ്റുള്ളൂ. കാഴ്ചയാൽ ജീവിക്കുന്ന നമ്മുടെ ജീവനായിരിക്കും. വീണ്ടും ജനനം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവൻ നമുക്ക് ലഭിക്കുന്നതാണ്. മകന്റെ ജീവൻ, പുത്രന്റെ ജീവൻ. ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെയാണ് മനസ്സിലാക്കാൻ. ഒരു വാക്യം, 2 മിനിറ്റ് ഉണ്ട്. വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശു നമ്മുടെ സ്ഥാനത്ത് മരിച്ചു. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് അല്ലേ? When I should have died, where I should have died, in my place he died. ഉറപ്പാണോ? ഉറപ്പാണ്. He died in my place. അപ്പൊ എന്റെ പ്ലേസ് കർത്താവ് എടുത്തുകൊണ്ട് പോയി. I don't have a place now. ഞാൻ ജീവിക്കുമായിരുന്ന വഴിയുടെ അവസാനം മരണമായിരുന്നു, കർത്താവ് എടുത്ത് കളഞ്ഞു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല. എന്റെ ജീവൻ, എന്റെ ഫ്ലഷ് തീർന്നു. അത് കർത്താവിന്റെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു. ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ എവിടെ ജീവിക്കണം? Jesus died in my place so that I live
ഇൻ ഹിസ് പ്ലേസ്. അവന്റെ സ്ഥാനത്ത് ജീവിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ആത്മാവിനെ നൽകുന്നു. വെള്ളം മാത്രമല്ല, ആത്മാവ്. വാഷിംഗ് മാത്രമല്ല, റിന്യൂവിങ്, സൺഷിപ്പ്. അപ്പൊ ഞാൻ ഓരോ സ്ഥലത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ നിങ്ങൾ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ള എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഇത് ഓൾറെഡി അറിയാവുന്നതാണോ എന്ന് എനിക്ക് പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് ഒറ്റ പ്രശ്നമുള്ളൂ, നിങ്ങൾ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ നിലവിളിച്ച ജീവൻ പ്രാപിച്ചോ, ഇത് മാത്രമേ ഉള്ളൂ. യേശു നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുമെന്നെങ്കിൽ എന്തോ പറയുമായിരുന്നു എന്നുള്ളതിലേക്ക് എന്നെ എത്തിക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എനിക്ക് പൈസ കൊണ്ടുതരുന്ന സാധനമല്ല, ഫെയ്ത്ത് എനിക്ക് കർത്താവിനെ തന്നെ കൊണ്ടുതരുന്ന കാര്യമാണ്. കർത്താവിനെ തന്നെ. ഐ ഗെയിൻ ക്രൈസ്റ്റ് ബൈ മൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നേടുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. വീണ്ടും ജനിക്കുന്നത് ദൈവത്താലാണ്. പക്ഷെ ആരെല്ലാം അവനെ വിളിച്ചപേക്ഷിക്കുന്നു, വചനത്താൽ കണ്ണു തുറക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്ന് നമ്മൾ കർത്താവേ എന്നെ രക്ഷിക്കണമേ, ഞാൻ പാപിയാണ്. ഈ പാവബോധം എങ്ങനെ ഉണ്ടാകുന്നത്, അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന്റെ മെക്കാനിസം വി വിൽ സീ ടുമോറോ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ പാപത്തോട് പോരാടി ജയിക്കുന്നത് എങ്ങനെയാണെന്ന്, ജയജീവിതം, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ എന്നുള്ളത് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ലെറ്റ്സ് കൺക്ലൂഡ് വിത്ത് എ വേർഡ് ഓഫ് പ്രയർ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ വസിക്കാൻ തക്കവണ്ണം അത് നിലത്ത് ഇടുവാൻ ഗോതമ്പ് മണി പോലെ അത് തകർന്ന് വേദനയോടെ, കർത്താവ് പ്രാണവേദനയോടെ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ജീവനെ തന്നെ, എന്റെ ശരീരത്തെ പിളർന്ന് ഞങ്ങൾക്ക് തരുവാൻ അങ്ങേക്ക് തിരുവള്ളം ഉണ്ടായി. കർത്താവ്, ഞങ്ങളുടെ കഠിന ഹൃദയം പലപ്പോഴും മറന്നുപോയിട്ട് ഞങ്ങൾ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടി, കർത്താവെ ഞങ്ങൾ വല്ലാതെ അങ്ങോട്ട് മുഷിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ ഞങ്ങളെ ഒന്നുകൂടെ ആ രക്തത്താൽ ഉള്ള കഴുകലിനെ ഓർമ്മിപ്പിക്കണം. കർത്താവെ അങ്ങയുടെ ആത്മാവിനാലുള്ള റിന്യൂവലിനെ ഓർമ്മിപ്പിക്കണം. ഞങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയാത്തവരെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ രക്ഷ സന്തോഷത്തോടെ പ്രാപിക്കാൻ തക്കവണ്ണം ആ കാറ്റ് പോലുള്ള ലൈഫിലേക്ക് കർത്താവെ അങ്ങയുടെ കൃപയാൽ മനുഷ്യരാൽ അസാധ്യമായ ജീവനിലേക്ക് കർത്താവെ അങ്ങയാൽ സാധ്യമായ ആ അത്ഭുതകരമായ ദൈവിക ജീവനിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക് ഞങ്ങളോട് നടത്തണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.